ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പാദം രണ്ടാം സൂത്രം 47-ാമത്തെ പേജ് ടീക്കയിൽ ഏഴാം പങ്ക്തി. പദാർത്ഥമുക്ത പൂർവസൂത്രസ്ഥ ബ്രഹ്മപദ അനുഷംഗേണ തച്ഛബ്ദാധ്യാഹാരേണ ച സൂത്രവാക്യാർത്ഥമാഹ. അതായത് ചില സമയത്ത് നമ്മൾ പദത്തിന്റെ അർത്ഥം പദാർത്ഥം പറഞ്ഞിട്ട് സംബന്ധിതാർത്ഥം പറയുമ്പോഴാണ് വാക്യാർത്ഥം വരുന്നത്. സംബന്ധിതാർത്ഥം അല്ല എങ്കിലും വാക്യാർത്ഥം വരും. വാക്യാർത്ഥം അതിന്റെ വിശദീകരണമാണ്. ചിലപ്പോൾ വാക്യാർത്ഥം വിശദീകരിച്ച ശേഷം പിന്നെയും സംബന്ധിതാർത്ഥവും പറയും. ആദ്യം പദാർത്ഥം പറഞ്ഞു, ഇനി വാക്യാർത്ഥം പറയണം. പദാർത്ഥം ഉക്തുവ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട്, പൂർവ സൂത്രേ തിഷ്ഠതീതി പൂർവ സൂത്രസ്ഥ, ഏത് ബ്രഹ്മപദം, പൂർവ്വസൂത്രത്തിൽ ഉണ്ടായിരുന്ന ബ്രഹ്മപദത്തെ അനുഷംഗേണ അനുവൃത്തി നടത്തിയിട്ട് ഇവിടെ സംബന്ധിപ്പിച്ചിട്ട് തച്ഛബ്ദ അധ്യാഹാരണച്ച, ഒരു തത്ത് എന്നുള്ള ശബ്ദത്തെ അധ്യാഹാരവും കൂടെ ചെയ്തിട്ട് സൂത്രവാക്യാർത്ഥമാഹ, സൂത്രത്തിന്റെ പദാർത്ഥം പറഞ്ഞിട്ട് വാക്യാർത്ഥമാഹ. ഇനിയിപ്പോൾ വാക്യാർത്ഥത്തെ പറയാണ് ഭാഷ്യകാരൻ. ഭാഷ്യം കണ്ടോ. അസ്യ ജഗതോ നാമരൂപാഭ്യാം വ്യാകൃതസ്യ അനേക കർത്തൃ ഭോക്തൃ സംയുക്തസ്യ പ്രതിനിഗത ദേശകാല നിമിത്ത ക്രിയാഫലാശ്രയസ്യ മനസാഭി അചിന്ത്യ രചനാരൂപസ്യ ജന്മസ്ഥിതി ഭംഗം യതഃ സർവജ്ഞാത് സർവശക്തി കാരണാത് ഭവതി തത് ബ്രഹ്മേതി വാക്യശേഷ. നിങ്ങളിത് മറ്റു ഉപനിഷത്തൊക്കെ പഠിക്കുന്ന സമയത്ത് കാണാം. ജഗത്തിന്റെ വ്യാകരണവും, അതായത് വ്യാകൃതാവസ്ഥയും അവ്യാകൃതാവസ്ഥയും. അപ്പോൾ അവ്യാകൃതാവസ്ഥയിൽ നിന്ന് വ്യാകരണം ചെയ്താല് വ്യാകൃതാവസ്ഥയിലേക്ക് വരും. ഈ വ്യാകൃത അവ്യാകൃത അവസ്ഥ പോലും രണ്ടു വിധത്തിൽ വരും. ഒന്ന്, ഹിരണ്യഗർഭൻ സുഷുപ്തിയിലേക്ക് പോകുന്ന സമയത്ത് ജഗത്തിന്റെ ലയമുണ്ട്. അത് ഹിരണ്യഗർഭൻ വരെ പോകത്തുള്ളൂ. ഹിരണ്യഗർഭന്റെ മരണത്തോടുകൂടി ഈശ്വരനിലേക്ക് ലയിക്കും. ഈ രീതിയിൽ രണ്ട് പ്രളയം വരുന്നുണ്ട്. ഇങ്ങനെ പ്രളയം വന്നിട്ട് സൃഷ്ടി വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത്, വ്യാകൃതാവസ്ഥ. ഈ വ്യാകൃതാവസ്ഥയിലാണോ അവ്യാകൃതാവസ്ഥയിലാണോ നാമരൂപങ്ങൾ നിലനിൽക്കുന്നത്? വ്യാകൃതാവസ്ഥയിലാണോ അവ്യാകൃതാവസ്ഥയിലാണോ നാമരൂപങ്ങളുള്ളത്? നാമരൂപാഭ്യാം വ്യാക്രിയതേ എന്ന ശ്രുതിയുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണതിന്? രണ്ടവസ്ഥയിലുണ്ട്. വ്യാകൃത അവ്യാകൃതം, നാമരൂപങ്ങളുടെ വ്യാകൃതവും അവ്യാകൃതവും ആണ്. അപ്പോൾ ഈ വസ്തുക്കളെല്ലാം, അതുകൊണ്ടാണ് സത്കാര്യവാദികൾ എന്ന് പറയുന്നത്. കാര്യം ഉത്പന്നമാവുന്നതിന് മുന്നേ സത്തായിരുന്നു എന്ന് പറയുന്ന അർത്ഥം ഉള്ളതായിരുന്നു. അപ്പൊ ഒരു പ്രശ്നം കൊണ്ട് ഉള്ള വസ്തുവിന്റെ ഉത്പത്തി എങ്ങനെ മാനിക്കാൻ പറ്റും? ഉള്ള വസ്തുവിന്റെ ഉത്പത്തി വേദാന്തി മാനിക്കുന്നുമില്ല. പിന്നെ അഭിവ്യക്തി മാത്രമേ ഉള്ളൂ. ഉള്ളതിനല്ലേ അഭിവ്യക്തി വരത്തുള്ളൂ. അപ്പോൾ അഭിവക്തമാവുന്നു, അനഭിവക്തമാവുന്നു. ഇതാണ് സൃഷ്ടിപ്രളയം. അല്ലാതെ പുതിയൊരു വസ്തു ഇവിടെ ഉത്പന്നമാവത്തില്ല. ഇവിടുന്ന് മനസ്സിലാക്കണം, ഇങ്ങനെ ഉത്പത്തി പ്രളയം എന്നുള്ള അഭിവക്താവസ്ഥയും അനഭിവക്താവസ്ഥയും നേരിടുന്ന ഈ ജഗത്ത് അജ്ഞാനാവസ്ഥയിൽ സത്തായിരുന്നു. അത്രയേ ഉള്ളൂ. സത്തെന്ന് പറയാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ അജ്ഞാനാവസ്ഥയിൽ ഇവയൊക്കെ സത്താണ്. അവിടെ വന്നിട്ടാ സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? പുതിയൊരു വസ്തു ഉത്പന്നമാവുകയാണെങ്കിൽ അസത്തിൽ നിന്ന് കാര്യോത്പത്തി മാനിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ശൂന്യവാദ പ്രസംഗം. ശൂന്യമായിരിക്കുന്ന അസത്തിൽ നിന്ന് ജഗതുത്പത്തി മാനിക്കേണ്ടി വരും. ഇത് ബൗദ്ധ സിദ്ധാന്തമാണ്, ഇതല്ല വേദാന്ത സിദ്ധാന്തം. അങ്ങനെയാണെങ്കിൽ ഈ ജഗത്ത് ഉള്ളതല്ലേ? ഭാഷ്യകാരൻ പറയും അതേ ഉള്ളതാന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? അനിർവചനീയമായിരിക്കുന്ന വസ്തു ഉള്ളതാകുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വരും, അത് പിന്നെ ലീനമായി മാറും. പക്ഷെ ഇതിന് സത്ത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സത്തയുണ്ട് താനും. ആ സത്ത എങ്ങനെയുള്ളതാണ്? സാഖ്യന്മാര് പറയുന്നത് പോലെ പാരമാർത്ഥിക സത്തയല്ല അത്. പിന്നെയോ കൽപ്പിതമായിരിക്കുന്ന അനിർവചനീയ സത്തയെ ഇതിനുള്ളൂ. ഈ ഒരു രീതിയിൽ നാമരൂപാഭ്യാം വ്യാകൃതസ്യ, നാമത്തിന്റെയും രൂപത്തിന്റെയും രീതിയിൽ വ്യാകരണം ചെയ്യപ്പെട്ടിരിക്കുന്നേ, അതായത് അവ്യാകൃതാവസ്ഥയിൽ നിന്ന് വ്യാകൃതാവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന ഈ ജഗത്തിന്, ഇനി ഈ ജഗത്തിന് കുറെ വിശേഷണങ്ങൾ പറയാണ്. കാരണം ഇത് ജീവനെ കൊണ്ടോ, അതായത് ഹിരണ്യഗർഭനായിരിക്കുന്ന ജീവനെ കൊണ്ടോ, പ്രധാനത്തിൽ നിന്നോ പരമാണുവിൽ നിന്നോ അഥവാ സാന്ദർഭികമായിട്ടോ ഉത്പത്തി ഉണ്ടാകത്തില്ല. ഇതിനൊരു കാരണം ആവശ്യമാണ്. ഇതിനെയാണ് ഇനി അവതരിപ്പിക്കുന്നത്. അനേക കർത്തൃ ഭോക്തൃ സംയുക്തസ്യ. ഇവിടെ അനേക കർത്താക്കളും ഭോക്താക്കളും നിലനിൽക്കും. കർത്താവ് വേറെ, ഭോക്താവ് വേറെ. കാരണം മതഭേദമുണ്ട്. കർത്ത പ്രധാനമാണെന്നും ഭോക്ത ജീവനാണെന്നും സാങ്ക്യാദി മതങ്ങൾ. ഇതിനെയൊക്കെ മാറ്റാനാണ് കർത്താവും ഭോക്താവുമായിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ടീക്കയിൽ വേറെ രീതിയിൽ വരും. കർമ്മങ്ങളുടെ കാര്യത്തിൽ ചില കർമ്മങ്ങൾ ചെയ്യുന്നത് മറ്റൊരാളായിരിക്കും, ഫലം ഭുജിക്കുന്നത് മറ്റൊരാളായിരിക്കും. അപ്പം കർത്താ തന്നെ ഭോക്താവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കർത്താ ഭോക്ത എന്ന് വെവ്വേറെ കൊടുത്തത്.
കർത്താഭോക്താക്കളായിരിക്കുന്ന ജീവന്മാരോട് കൂടിയിരിക്കുന്ന ഈ ജഗത്ത് സംയുക്തസ്യ അസ്യ ജഗതഃ പ്രതിനിയത ദേശകാല നിമിത്ത ക്രിയാ ഫലാശ്രയസ്യ. ക്രിയയുടെ ഫലം, നമ്മൾ ചെയ്തിരിക്കുന്ന ഫലം നമ്മൾക്ക് ഭുജിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. നിയതമായിരിക്കുന്ന കാലത്തെ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ക്രിയയുടെ ഫലം പോലും സംഭവിക്കുന്നതെങ്കിൽ ആ ക്രിയയുടെ ഫലത്തെ നൽകാനായിട്ടിരിക്കുന്ന ഒരു ചേതനൻ അത് ജീവചൈതന്യമാവത്തില്ല. ജഡങ്ങൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജഗത്തിന് സൃഷ്ടിക്കാനും പറ്റത്തില്ല എന്നുള്ളതിനാൽ ഈശ്വര കാരണവാദം കൊണ്ടുവരണം. മനസാപി അചിന്ത്യ രചനാരൂപസ്യ. ഈ ജഗത്തിന്റെ രചന, സൃഷ്ടി നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. ശ്രുതി പ്രതിപാദിതമായിരിക്കുന്നതല്ലാതെ നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ കയറുള്ള സർപ്പം പോലെ ആണെങ്കിൽ പോലും സൃഷ്ടി പറയുന്ന സമയത്ത് വലിയ വർത്താനം തുടങ്ങൂടെ? എങ്ങനെ സൃഷ്ടിക്രമം പറയല്ല. തസ്മാതോ യതസ്മാതാത്മന ആകാശ സംഭൂത, പല പ്രകാരത്തിലുള്ള സൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അവിടെ ചോദിക്കും ഭാഷ്യത്തില്, നിങ്ങൾ എന്തിനാണ് ഈ സൃഷ്ടിയെ ചില സമയത്ത് പരമാത്മാവിൽ നിന്നും, ചില സമയത്ത് പ്രാണനിൽ നിന്നും, ചില സമയത്ത് 5 ഭൂതങ്ങളും, ചില സമയത്ത് 3 ഭൂതങ്ങളൊക്കെ മാത്രമായിട്ട് പറഞ്ഞു വെക്കുന്നത്? ഒരേ രീതി ഇല്ലല്ലോ നിങ്ങളുടെ പറയുന്ന കാര്യങ്ങൾക്ക്. അപ്പോൾ സിദ്ധാന്തി പറയും, ഞങ്ങൾക്ക് സൃഷ്ടിയിൽ താല്പര്യമേ ഇല്ല. അത് കാണിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിയുടെ ആഖ്യാനം പോലും പല രീതിയിലാക്കി കഴിഞ്ഞത്. എന്നിട്ട് പോലും നമ്മൾ പറയുന്നവർ എന്താണ്? അതിന്റെ ക്രമം പറയാൻ തുടങ്ങും. പറയാണ് ജഗസ്ഥിതി ഭംഗം യഥ. നമ്മൾക്ക് ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഈ ജഗത്തിന്റെ ജന്മം, സ്ഥിതി, പ്രളയം എന്നുള്ള ഭംഗം യഥ എവിടെ നിന്നാണോ? യഥ എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ് സർവജ്ഞാത് സർവശക്തേഹേ കാരണാത്. കാരണസ്വരൂപനായിരിക്കുന്ന സർവജ്ഞനും സർവശക്തിയും. അതായത് മൊത്തം കാര്യങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനവും ആവശ്യമുണ്ട്. അതേപോലെ അതിന്റെ ജനകനുമായി മാറണം. കർത്ത എന്ന് പറയുന്ന അർത്ഥം ഉപാദാന ഗോചര അപരോക്ഷ ജ്ഞാന ചികിത്സ കൃതിമത്തം കർത്തൃത്വം. കാര്യത്തിന്റെ ഉപാദാനത്തെ വിഷയീകരിക്കുന്ന ജ്ഞാനം വേണം. ഉപാദാന ഗോചര, ഉപാദാനത്തെ വിഷയീകരിക്കുന്ന അപരോക്ഷ ജ്ഞാന, ചികിത്സ, കർത്തുമിച്ച ചികിത്സ, കൃതി എന്ന് പറയാൻ പ്രയത്നം. ഇതൊക്കെ കൂടി ചേർന്നിരിക്കുന്ന ആളാണ് കർത്ത. ഇത്രയും മഹത്തായിരിക്കുന്ന ജഗത്തിനെ സൃഷ്ടിക്കാനുള്ള സാമർത്ഥ്യം ആർക്കാണുള്ളത്? അവനാണ് ആര്? സർവശക്തിയും സർവശക്തി യസ്യ. എല്ലാ ശക്തികളും ആരിലാണുള്ളത്? അവനാണ് സർവശക്തി. ശക്തി വേറെയല്ലേ? ശക്തി ദേവിയല്ലേ നമ്മൾക്ക്? ശിവനോ വേറും ജഡം. നിനക്കല്ലേ നമ്മളെ പഠിപ്പിച്ചു വെച്ചല്ലേ? ശക്തി എന്ത് സംഭവമാണ്? ശക്തി ശക്തിമാനിൽ നിന്നും ഭിന്നമായിട്ടിരിക്കത്തില്ല. പിന്നെ എന്തായിരിക്കും ശക്തി? ആരെങ്കിലും ഇതിന് ഉത്തരം പറ. ശക്തി ശക്തിമാനിൽ നിന്നും, ശക്തി ആർക്കാണുള്ളത്? ജഗത്ത് നിർമ്മിക്കാനുള്ള ശക്തി ശക്തി ഉള്ളതിൽ നിന്നും ഭിന്നമായിട്ടിരിക്കത്തില്ല. പിന്നെ എന്തായിരിക്കും ശക്തി? ഉപാദാനമാണ്. ഓക്കെ, ഇതൊക്കെയാണ് വേദാന്തം പഠിക്കുന്ന സമയത്ത് ഇവരുടെ ശൈലി. കുറെ സാധനം പഠിച്ചു കേട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളെയും മുച്ചോട് മുടിച്ചു വിടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിപരീതമായിരിക്കുന്നതാണ് വാസ്തവത്തിൽ. അതായത് ചിലർ പറയും ശങ്കരാചാര്യ എഴുതിയ സൗന്ദര്യലഹരി അവരോട് പറയണത് നടക്കൂല. അതെന്തുകൊണ്ട് നടക്കൂല? ഭക്തനാവാൻ പാടില്ലേ? ശങ്കരാചാര്യ എഴുതിയ ശ്ലോകങ്ങൾക്ക് അതിൻ്റെതായ മഹിമയുണ്ട്. നേരാണെങ്കിൽ ഇങ്ങനെയല്ല തുടങ്ങുക. ഓക്കെ, ശ്ലോകം എങ്ങനെയായിരിക്കും? വിശ്വം പശ്യതി ദൃശ്യമാന നഗരി. വിശ്വം എന്നുള്ളത് കേവലം കണ്ണാടിയിൽ കാണുന്ന ലോകം പോലെ മാത്രമാണ് എന്നും പറഞ്ഞിട്ട് അതിന്റെ ഒരു ആഖ്യാന ശൈലിക്ക് വ്യത്യാസമുണ്ട്. ജഗത്ത് മിഥ്യയാണ് എന്ന് നിലനിർത്തിയിട്ട് അധിഷ്ഠാന ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതാണ് വേദാന്ത പദ്ധതി. ആ പദ്ധതിയിൽ നിന്നിട്ടേ ഭാഷ്യകാരൻ ചർച്ച ചെയ്യത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് നമ്മൾ ആൾക്കാർക്ക് മനസ്സിലാവാത്തത്? ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ജഗത്ത് വാസ്തവം എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ബ്രഹ്മവിദ്യ പഠിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ചോദ്യം വരുന്നത്, എന്തുകൊണ്ട് മായ ബ്രഹ്മത്തിലിരിക്കുമെങ്കിൽ അന്ധകരണത്തെ നേരിട്ട് ബ്രഹ്മത്തിൽ വയ്ക്കാൻ പറ്റത്തില്ല? എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെയും പ്രശ്നം കൊണ്ടുവരും. കാരണം അത് മനസ്സിലാക്കാനുള്ള സാമർത്ഥ്യം ബുദ്ധിക്കില്ല. എന്തുകൊണ്ടാ? ബുദ്ധിയുടെ വൈഭവമില്ലാത്തതിന്റെ തകരാറല്ല, നമ്മളെ ജഗത്ത് വാസ്തവമാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ ഗുരുക്കന്മാര് ചെയ്ത ചതി, വേദാന്തത്തോട് ചെയ്ത ചതി ഉണ്ടല്ലോ, ഏത് എന്തും ഭാഷ്യകാരന്റെ തലയിൽ വെച്ചു കൊടുക്കും. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഭാഷ്യകാരൻ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ? സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യ വിധീയതേ. നിങ്ങൾക്ക് നവതാ ഭക്തിക്കൊന്നും ഇവിടെ സാധ്യതകളില്ല കുട്ടികളെ. നിങ്ങൾ എന്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും ഇതിന്റെ രീതി ആദ്യം മനസ്സിലാക്കുക. അതാണ് വേദാന്തം മനസ്സിലാക്കുക എന്നുള്ളതിന്റെ ഗുണം. ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതും പറ്റും ഞങ്ങൾക്ക് ഇതും പറ്റും, ഇടയ്ക്ക് കർമ്മിയാവുക. പണ്ടൊരു പയ്യൻസ് വന്നപ്പോഴേ ഞങ്ങളുടെ ആശ്രമത്തില് ചെറിയ മോനാ. അപ്പൊ അവനോട് അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു, അല്ല മോനെ നീ ഇത്രയും ചെറുപ്പത്തിൽ എങ്ങനെ സന്യസിച്ചു? അവൻ പറയും, അതിനെന്താ തകരാറ്, എന്റെ അച്ഛൻ സന്യാസിയാണല്ലോ.
കേട്ടുവന്നവന്മാരെ പരസ്പരം നോക്കി. അപ്പൊ അടുത്ത ഡയലോഗാണ് അതിൽ രസം. എന്റെ അമ്മയെ സന്യാസിയാണല്ലോ, എന്ത് പറയും ഇതിനൊക്കെ? എന്താ തരാറുണ്ടോ? നമുക്ക് ചിന്തിച്ച കറക്റ്റ് അല്ലേ? ഫാമിലി ആയിട്ട് സന്യാസിമാരാ, ഇനി എന്ത് ചെയ്യും? അപ്പം എല്ലായിടത്തും തലയിൽ വെച്ചു കൊടുക്കരുത് ഭാഷകാരന്റെ പറയുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് മറ്റ് ശ്ലോകങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇടയ്ക്ക് ഇതും ശരിയാവും, ചിലയോലെ ശരിയാവും, ചിലയോലെ ശരിയാവില്ല പറഞ്ഞ ഇടയ്ക്ക് ഇതും ശരിയാവും, ഇടയ്ക്ക് അതും ശരിയാവും എന്ന് പറ്റത്തില്ല കുട്ടികൾ. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ ശക്തി എന്നുള്ളത് ശക്തിമാനിൽ കൽപ്പിതം മാത്രമാകുന്നു. കൽപ്പിതമായതുകൊണ്ട് ശക്തി എന്നുള്ളത് വാസ്തവ വസ്തുവേ അല്ല. കയറിലെ സർപ്പം കൽപ്പിതമാകുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താ? ഇടയ്ക്കത് ശരിയാവുന്ന അർത്ഥം കിട്ടുമോ? കാണുന്നേരം സർപ്പില്ലേ ഇവിടെ? കാണുന്നേരം ഇല്ല. തീക്ക് നോക്കിയോ. കാരണസ്യ സർവജ്ഞത്വാദി സംഭാവനാർത്ഥാനി ജഗതോ വിശേഷണാനി. ഈ ജഗത്തിന് നമ്മൾ കുറെ വിശേഷണം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രതിനിയത ദേശകാല നിമിത്ത ക്രിയാഫല ആശ്രയസ്യ മനസ അചിന്യ ശക്തേ വ്യാകൃത വ്യാകൃതസ്യ അനേക കർത്തൃഭോക്തൃ സംയുക്തസ്യ എന്നിങ്ങനെ കുറെ വിശേഷണങ്ങൾ കൊടുക്കാൻ കാരണം എന്താ? അതിന് പറയാണ് കാരണസ്യ സർവജ്ഞത്വാദി സംഭാവനാർത്ഥാനി. കാരണമായിരിക്കുന്ന ബ്രഹ്മ സർവജ്ഞത്വാദികളോട് കൂടിയവനാണ് എന്ന് കാണിക്കാനായിട്ടാണ് ഇത്രയും വിശേഷണങ്ങൾ കൊടുത്തത്. അല്ലാതെ ഘടം പോലെ സാമാന്യമായിരിക്കുന്ന ഒരു വസ്തുവായിരുന്നു ജഗത്തെങ്കിൽ അത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് വേദാന്ത സിദ്ധാന്തത്തിൽ ജഗത്തിന്റെ സ്രഷ്ടാവായിരിക്കുന്ന ഒരു ഈശ്വരനില്ലേ? ഉണീക്കും. ജഗത്തുണ്ടെങ്കിലല്ലേ മക്കളെ അതിന്റെ സ്രഷ്ടാവ് ഇരിക്കത്തുള്ളൂ. ഇല്ലാത്ത ജഗത്തിന് എവിടും സ്രഷ്ടാവിനെ ഉണ്ടാക്കും? കയറിലെ സർപ്പത്തെ ഉണ്ടാക്കിയതാരാ? കയറിലെ സർപ്പത്തിന്റെ അച്ഛനല്ലേ ആ കിടക്കുന്ന കയറ്? അല്ല. അമ്മയാണോ അത്? അമ്മയല്ല. പിന്നെ ആരാണ് കയറ്? കൽപ്പനാധിഷ്ഠാനം. ഇതേപോലെ ജഗത് കൽപ്പനയുടെ അധിഷ്ഠാനത്തെ കാരണമെന്ന് പറയുന്നു എന്ന് മാത്രം. ദേവി ഇത്രയും ശക്തി കൊടുത്ത രാക്ക് എന്താക്കി ദേവിക്ക് ജ്ഞാനം കൊടുക്കാൻ പാടില്ലേ? ഈ പങ്ക്തി കറക്റ്റ് ആണോ? പങ്ക്തിയുടെ പ്രശ്നം നിങ്ങൾ കാണും. നമ്മളിത് അധ്യയനം നടത്തിയില്ലെങ്കിൽ ഇവരെ വായി നീ കേട്ട് കഴിഞ്ഞാൽ ഇതല്ലേ പഠിച്ചു പോകുന്നത്. ഇത് എന്റെ സുഹൃത്ത് മാത്രം പറയുന്നതല്ലല്ലോ, അങ്ങരുടെ ഗുരു ചില്ലറക്കാരനല്ല, ഞാൻ പേര് പറയുന്നില്ല എന്നുള്ള വേറെ വിഷയം. ठीक എന്താ പറയുന്നത്? ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ അങ്ങേര് മഹാബുലിയല്ലേ, അത്രയും ബുദ്ധി സാമർത്ഥ്യം കൊടുത്തേ ദേവി അങ്ങർക്ക് ജ്ഞാനം കൊടുക്കൂലേ? പറ. അതായത് ഈ പരിപാടി മാറ്റി വെച്ചിട്ട് വേദാന്തം കേൾക്കുക എന്നുള്ളത് അത് ചിലർക്ക് മാത്രം പറഞ്ഞ പണിയാണ്. ഇല്ലെങ്കിൽ അമ്പലപ്പറമ്പിലെ വേദാന്തേ കയ്യിലുണ്ടാകത്തുള്ളൂ. ദേവി ഇങ്ങനെ ടോക്കൺ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ടൈമിന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം കിട്ടും, ഭുക്തി കിട്ടും, മുക്തി കിട്ടും, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതിയാണ്. നമോ നാരായണ. അവർ ഈ കയറിനെ സംബന്ധിച്ചിടത്തോളം പാമ്പുണ്ടെങ്കിലും പാമ്പില്ലെങ്കിലും കയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിപ്പോ ഉപാസന ചെയ്യുന്നുണ്ടെങ്കിലും ഉപാസന ഇല്ലെങ്കിലും, ഇപ്പൊ ദേവി ആരാധന ഉണ്ടെങ്കിലും ദേവി ആരാധന ഇല്ലെങ്കിലും, ദേവി ജ്ഞാനം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കയറിന് കുഴപ്പമില്ല. ഞാൻ ചോദിച്ചത് ദേവി ഇങ്ങനെ ജ്ഞാനം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ അറിഞ്ഞവൻ പറയുന്നു എനിക്ക് ദേവിയാണ് തന്നത് എന്ന് പറഞ്ഞാലും ഇപ്പൊ അദ്ദേഹത്തിന് ദേവി എന്ന് കുഴപ്പമില്ല. പറയാൻ എന്താ സംഭവം? എന്താ ദേവി തത്വം, ദേവി തത്വം? ശക്തി. ശക്തിയാണോ? ആ സ്വാമിജി, ശക്തിയാണോ എന്ന് ചോദിച്ചത് ഇവിടെ. ശക്തിയാണ് ശക്തി. ശക്തി ശക്തിമാനിൽ നിന്ന് ഭിന്നമാണോ? ശക്തി ശക്തിമാനിൽ നിന്നും ഭിന്നമാണ്. ഇതാണ് രസം. എവിടെയാ പഠിച്ച കുട്ടി? ശക്തി ശക്തിമാനിൽ നിന്നും ഭിന്നമാണല്ലോ. വ്യതിരേക ഇതനുസരിച്ച് ഭിന്നമാണല്ലോ സ്വാമിജി. പക്ഷെ അത് അല്ല, വ്യതിരേകം എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? ഇപ്പൊ നമ്മൾ ആത്മ അനാത്മ വിവേചനം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്നത് പറയുന്നത് അത് വേറെയാണെന്ന് പറഞ്ഞല്ലേ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷമല്ലേ നമുക്കത് മനസ്സിലാകുന്നത് രണ്ടിനും വേറെ അല്ല എന്നുള്ളത്. നമ്മൾ ഒരു സ്ഥലത്ത് പഠിച്ചിട്ട് വേറെ സ്ഥലത്ത് എത്തുന്നേരം പണ്ട് പഠിച്ചത് തെറ്റാണെന്ന് അറിഞ്ഞാല് അത് തന്നെയാണ് പിന്നെ പഠിച്ചു വെക്കുക. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ സ്വാമിജി. നമ്മൾ അല്ല, ഞാൻ തെറ്റായ തുടങ്ങിയിട്ട് കുറെ ദിവസമായില്ലേ നമ്മൾ കൊണ്ടുവന്ന രീതി. ഞാൻ എങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നുള്ളത് നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾക്ക് പണ്ട് പഠിച്ചതാണ് പ്രമാണം. ഇത് നിങ്ങൾ ഒരാളല്ല. ഞാൻ ഇവിടെയും ഞങ്ങൾ ചെറിയൊരു വിഭാഗമുള്ളൂ ഇവിടെ. ഓക്കെ, ബാക്കിയെല്ലാം ഇപ്പോൾ പൊക്കത്ത് നിട്ടേര് പിടിക്കാന്നുള്ള കണ്ടീഷനിലാണ്. ഞാൻ ഈ ഒരു പ്രസംഗം എത്രയോ മുന്നേ ഉന്നയിക്കുന്നുണ്ട്. അതായത് നമ്മൾ വരച്ചു വെക്കും, ശിവൻ താഴെ പാവം പഞ്ഞിക്കിട്ടിരിക്കുകയാണ്, ദേവി കലിയിൽ തുള്ളി നിൽക്കുകയാണ്. ഇത് വീട്ടിലെ സംഭവം അല്ലല്ലോ ചിത്രീകരിക്കുന്നത്. പിന്നെയോ ജഗത്തിന്റെ ചിത്രീകരണം നടന്നു കൊടുക്കുകയാണ്. ശക്തി ആരാ? ദേവി. പാവം താഴെ കിടക്കുന്നതോ ശിവൻ. എന്റെ മക്കളെ, ഈ ശക്തി എന്ന് പറഞ്ഞാൽ ശക്തിമാലിൽ നിന്ന് ഭിന്നവുമല്ല അഭിന്നവുമല്ല. അതിന്റെ അർത്ഥം എന്താ? ഇത് പഠിപ്പിക്കുന്ന സമയത്ത് അത് പഠിക്കണം. ശക്തിയായിട്ട് കേൾക്കുന്ന നേരം ആ സാധനം എന്താന്ന് അന്വേഷിച്ച് പിടിക്കുക എന്നല്ലാതെ, എനിക്ക് ഈ ഫീൽഡിലെ പല സന്യാസിമാരെ അറിയാലോ, അവരെങ്ങനെ ക്ലാസ് എടുക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ചോദ്യം ഉന്നയിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നത്.
നമ്മുടെ സ്വാമിജി ആരും നമ്മുടെ വീട്ടിൽ നിന്ന് വേദാന്തം പഠിപ്പിച്ച് വിട്ടതൊന്നല്ലല്ലോ. അപ്പൊ നമ്മളും അതേ സ്റ്റാൻഡേർഡിൽ തന്നെയായിരുന്നു ഇരുന്നത്. പക്ഷെ അവിടുന്ന് പിന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, ഈ ശക്തി എന്നുള്ളത് കൽപ്പിതമായിരിക്കുന്ന വസ്തുവാണ്, മായ എന്നുള്ളത് ബ്രഹ്മത്തിലില്ല എന്ന് അറിയുമ്പോൾ മാത്രമേ അധിഷ്ഠാന ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ജഗത്തിനെ നിഷേധിക്കുന്നതോടുകൂടി ജഗത്തിന്റെ കാരണത്വവും നിഷേധിക്കപ്പെടും. കാരണത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്തനെ മനസ്സിലാക്കണമെങ്കിൽ ഈശ്വരനെ പോലും സൈഡ് വെക്കണം. അത് വെക്കാതെ ഇല്ല ദേവി ശക്തി എന്ന് പറഞ്ഞു വന്നാൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇവർ പറയുന്നുണ്ടല്ലോ അദ്വൈത സിദ്ധയെ ജഗത് മിഥ്യാത്വ ദർശന പൂർവകത്വം എന്നുള്ളത്. ഇതാണ് ഫണ്ടമെന്റൽ തിയറി. ഇവിടെ നിന്നിട്ടായിരിക്കണം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇന്നലെ ഇവിടുത്തെ ആൾക്കാർ രാജസ്ഥാനികളാണ്, അവര് അഷ്ടാവക്ര ഗീതയായിട്ട് വന്നിട്ടുണ്ട്, അത് പഠിപ്പിച്ചു ചോദിച്ചിട്ട്. അപ്പൊ അതിൽ ചോദിക്കുന്നത് മുക്തി എങ്ങനെ കിട്ടും, ജ്ഞാനം എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ജനകൻ ചോദിക്കുന്നതാണ് അഷ്ടാവക്രനോട്. അപ്പൊ അവിടെ പറയാണ് വൈരാഗ്യത്തെ പീയൂഷവത് ഭജ എന്ന് പറയുന്നത്. അതേപോലെ ഗീതയിലും കാണാം എന്തൊക്കെയാ, അഭ്യാസേന കൗന്ദയ വൈരാഗ്യാണ് ഗൃഹ്യതേ. ഓക്കെ. അതേപോലെ യോഗസൂത്രത്തിൽ അഭ്യാസ വൈരാഗ്യഭൻ തന്നിരോധ, കുറച്ച് വ്യത്യാസമുണ്ട്. വൃത്തി നിരോധമാണ് പറയുന്നതെങ്കിലും അടുത്ത സ്റ്റെപ്പില് വിഷയാകാരത്തിൽ നിന്ന് ചിത്തത്തെ മാറ്റി ചിത്തം അങ്ങോട്ട് പോകും, ബ്രഹ്മാകാരത്തിൽ പോകും. ഇങ്ങനെ പറയുന്നതുകൊണ്ടങ്ങ് പോവുമോ? ഇല്ല. അവിടെ ബ്രഹ്മത്തിൽ ഭിന്നമായിട്ട് എന്താ വസ്തു? ആദ്യത്തെ വസ്തു ഏതാ? പറ. ബ്രഹ്മഭിന്നമായിരിക്കുന്ന ആദ്യത്തെ വസ്തു ഏതാ? ചോദ്യത്തിനനുസരിച്ച് ഉത്തരം പറയാൻ പഠിക്കും. ആദ്യത്തെ വസ്തു ഏതാ ബ്രഹ്മഭിന്നമായിരിക്കുന്നത്? മായ. മായ. ഫസ്റ്റ് വസ്തു മായ. ആ മായയാണ് ശക്തി. ആ മായ ജഗത്തിലുള്ളതല്ലേ? സോറി, ബ്രഹ്മത്തിലുള്ളതല്ലേ? അല്ല. ആർക്കടുത്ത് പറ. ഇല്ല. ഇല്ല. പിന്നെ എവിടുന്നാണ് ശക്തിയും പൊക്കിക്കൊണ്ടുവരുന്നത്? മനസ്സിലായോ? ശക്തി എന്നുള്ളത് കൽപ്പിത വസ്തു എന്ന് പറയേണ്ടിയിട്ടാണ്. ഭിന്നമല്ല, അഭിന്നമല്ല. പിന്നെ അനിർവചനീയ വസ്തുവാണ്. അനിർവചനീയ വസ്തുവിന് സത്തയില്ല. സത്തയില്ലാത്തത് കൊണ്ട് അധിഷ്ഠാനമേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കാണുന്ന ജഗത്ത് എന്തായിരിക്കും? അവിദ്യാ കാര്യമായതിനാൽ അവിദ്യയെ പോലെ തന്നെ ഇല്ലാത്ത വസ്തുവാണ്. പിന്നെ ആരേ ഉള്ളൂ? അധിഷ്ഠാന ബ്രഹ്മമേ ഉള്ളൂ. ഈ രീതിയാണ് വേദാന്തത്തിന്റെ മുഖ്യമായിരിക്കുന്ന ആഖ്യാന ശൈലി. ഇതുവഴി പഠിച്ചെങ്കിൽ മാത്രമേ കേവല അദ്വിതീയ വസ്തുവിൽ ചിത്തമിരിക്കത്തുള്ളൂ കുട്ടികളെ. മനസ്സിലായോ? ഇത് പഠിക്കാതെ പിന്നെയും തുടങ്ങും. ഭാഷകാരൻ അതെഴുതിയില്ലേ, ഭക്തി ഇല്ലായിരുന്നോ, വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയില്ലേ, തന്ത്രം അങ്ങേരല്ലേ ചെയ്തത്, അങ്ങേര് ഇരുന്നിട്ടുണ്ടാക്കി വിട്ടല്ലേ ജഗത്ത്. ഒരു ദിവസം ഭാഷകാരൻ തോന്നി ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, ജഗത്ത് ഉണ്ടാക്കിയേക്കാം. അടിയെന്ന്, നിങ്ങൾക്ക് തകരാറൊന്നുമില്ലല്ലോ. ആ ക്ഷേത്രം ഉണ്ടാക്കിയത്, ഈ ക്ഷേത്രം ഉണ്ടാക്കിയത്, അതിന്റെ മൂട്ടിൽ വെച്ച ശില അങ്ങേരുടേതായിരുന്നു. നമ്മളെ സ്വാമിജി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ, അനുഭവം ഉണ്ടല്ലോ നമുക്ക്. അനുഭവം മിഥ്യയായതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമുള്ളത്. നിങ്ങൾ അനുഭവം ശരിയായിരുന്നെങ്കിൽ പിന്നെ ഭാഷ ഈ ഇതിന്റെ ഗ്രന്ഥത്തിന് ആവശ്യം ഉണ്ടായിരുന്നു. കേൾക്കാൻ നോക്കിയോ? യഥാ കുംഭകാര പ്രഥമം കുംഭശബ്ദാഭേദേന വികൽപ്പിതം പൃഥ്വിബുധ്നാദ്യ ആകാര സ്വരൂപം ബുദ്ധൗ ആലിഖ്യ തദാത്മന കുംഭം കരോതി ബഹി പ്രകടയതി. ദൃഷ്ടാന്തം കാണിക്കാൻ എപ്രകാരം ഒരു കുംഭകാരൻ കുംഭം കരോതീതി കുംഭകാര എന്ന് പറഞ്ഞാൽ കുലാലൻ. ഒരു കുലാലൻ എപ്രകാരം, അതായത് ഒരു വസ്തുവിന്റെ സൃഷ്ടി നടത്തുന്നതിന് മുന്നേ എപ്രകാരമാണോ വസ്തു സൃഷ്ടിക്കപ്പെടേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ആ കർത്താവിനുണ്ടായിരിക്കും. ഇന്ന് ഏത് രീതിയിലുള്ള ഘടത്തെ സൃഷ്ടിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയാണ് ആ ഘടത്തിന്റെ സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ട് പറയാണ് പ്രഥമം ആദ്യം എന്ത് ചെയ്യും? കുംഭശബ്ദാഭേദേന വികൽപ്പിതം. ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ഒരു അഭേദം പറയാണ്. കുംഭ ശബ്ദ അഭേദേന വികൽപ്പിതം കിം പൃഥുബുധ്നാദ്യ ആകാര സ്വരൂപം. ബുദ്ധൻ എന്ന് പറഞ്ഞാല് അടിഭാഗം എന്നർത്ഥം. അപ്പോൾ തടിച്ച അടിഭാഗവും ഒതുങ്ങിയ കഴുത്തും കൂടിയിരിക്കുന്ന വസ്തു ഏത്? ഘടം എന്നുള്ളത് കാണിക്കേണ്ടിട്ട് പറഞ്ഞതാണ്. ആകാര സ്വരൂപം ബുദ്ധവും ആലിഖ്യ, ബുദ്ധിയിൽ എഴുതിയിട്ട് എന്ന് പറയാം. ബുദ്ധിയിൽ താദൃശ രൂപത്തെ സങ്കല്പിച്ചിട്ട് തദാത്മന കുംഭം കരോതി ബഹി പ്രകടയതി. ആ രീതിയിൽ കുംഭത്തെ ചെയ്യുന്ന പറഞ്ഞാല് കുംഭത്തെ ബഹി, പുറത്തേക്ക് കാണുന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കുംഭം മൃത്തിൽ ആദ്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. സത്കാരം എന്ന് പറയാൻ എന്താ അർത്ഥം? ഉള്ള വസ്തുവിന്റെ പ്രകടനം എന്നാ. മൃത്തില് ആദ്യമേ ഉണ്ടായിരുന്ന ഘടത്തെ മാത്രമേ കുലാലൻ പ്രകടിപ്പിക്കത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? നമ്മൾ പഠിച്ചത് എന്തോ ആയിരുന്നു, നമുക്ക് പഠിക്കേണ്ടത് എന്തോ ആയിരുന്നു എന്നുള്ളത് ബേസിക്കിൽ തന്നെ പോയില്ലേ കാര്യം. അതുകൊണ്ട് പഠിച്ച സാധനങ്ങളൊക്കെ സൈഡ് വെച്ച് പഠിച്ചാൽ പഠിക്കുന്ന ആൾ ഗുണം ചെയ്യും. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കുട്ടികളെ. പ്രശ്നം തരാൻ നമ്മളിവിടെ ഗുരുക്കന്മാരെ സിദ്ധിക്കാനോ
ശരിക്ക് എന്റെ ഗുരു നിന്റെ ഗുരു സിദ്ധിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ. നമ്മൾ ശാസ്ത്രം അറിയാൻ വന്നതാണെങ്കിൽ ശാസ്ത്രം പറയുന്ന രീതിക്ക് അനുസരിച്ച് മനസ്സിലാക്കണ്ടേ. തഥാ അതേപോലെ തന്നെ ദൃഷ്ടാന്തം പറഞ്ഞിട്ട് ദാഷ്ടാന്തിക സ്ഥലത്തേക്ക് വരാൻ പോവുകയാണ്. തഥാ പരമകാരണമപി, പരമകാരണം ആരാ? പരമാത്മാ, ഈശ്വരൻ. സ്വേപ്സിത നാമരൂപാത്മന വ്യാകരോതി അനുമീയത ഇതി മത്വ ആഹ. സ്വേന ഈപ്സിതം, സ്വേപ്സിതം, ഈപ്സിതം ഇഷ്ടം നടത്തം. ഇനിയിപ്പോ നാളെ ഉണ്ടാക്കാൻ പോകുന്ന ഘടത്തെക്കുറിച്ച്, ഏത് ഘടമാണ് ഉണ്ടാക്കേണ്ടത് അതിനെ കുറിച്ചുള്ള ഒരു ഇച്ഛ, ഇഷ്ടം ഉണ്ടല്ലോ, അതിനെ പറയാണ് സ്വ ഇപ്സിത നാമരൂപാത്മന. സ്വയിപ്സിതമായിരിക്കുന്ന ഘടത്തെ നാമരൂപത്തിൽ, ഒരു വസ്തു എന്നുള്ളത് നാമോ രൂപം അല്ലാതെ ഒന്നുമല്ല. നമ്മുടെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അസ്ഥിഭാതി പ്രിയം നാമരൂപ ഇതി അംശപഞ്ചകം. ഒന്ന് അസ്തിത്വം, പിന്നെ ഭാനം, പിന്നെ പ്രിയം ആനന്ദം. ഇത് മൂന്നും ബ്രഹ്മരൂപമാണ്. ജഗത് രൂപം തതോദ്വയം, നാമോരൂപം മാത്രമാണ് ജഗത്തിന്റെ രൂപം. അപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന വസ്തു ഏതായിരിക്കും? നാമോരൂപം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് വികാരോ നാമധേയം എന്നും പറഞ്ഞിട്ട് ചാന്തോക്യത്തില് വികാരങ്ങളായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നാമം മാത്രമാകുന്ന വസ്തു ഇല്ലെന്ന് പറഞ്ഞു പഠിച്ചത്. പറയാണ് സ്വേപ്സിത നാമരൂപാത്മന വ്യാകരോതി, തനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന നാമരൂപത്തിൽ അങ്ങേര് സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇത് അനുമീയതേ, പരമാത്മാവും ഈ ജഗത്തിനെ സ്വേപ്സിതം എന്ന് പറയാൻ കാരണം എന്താ? അങ്ങേര് പ്രത്യേകിച്ച് ഇച്ഛ കൊണ്ട് നടത്തുന്നതല്ല. ജീവന്റെ പുണ്യപാപ കർമ്മങ്ങൾക്കനുസരിച്ച് ജഗത്ത് മാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങേര് സൃഷ്ടിച്ചു വിടുന്നു എന്ന് അർത്ഥം. ജഗത്തുള്ള വാസ്തവത്തിൽ ഇല്ലാത്ത സൃഷ്ടിയല്ലേ. അപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഉണ്ട് എന്ന് വിചാരിച്ച് ചിന്തിക്കരുത്. ഇല്ലാത്തൊരു ജഗത്തിനെ സൃഷ്ടിച്ച കഥ പറഞ്ഞു പോവുകയാണ്. ഞങ്ങൾക്ക് സൃഷ്ടിയിലും എന്തിനാണ് ഈ അധ്യാരോപമാണ് ഈ സൃഷ്ടി? ഇതെന്തിനു വേണ്ടിയാ? അപവാദം നടത്താനാണ്. അധ്യാരോപം നടത്തി അപവാദം നടത്തിയാൽ പിന്നെ ഏത് ജഗത്ത് അവശേഷിക്കും? അവശേഷിക്കത്തില്ല. അപ്പൊ ശക്തി അങ്ങോട്ട് പോകും. ശക്തിയും കൽപ്പിതമായിരുന്നു, മനസ്സിലായോ? അധിഷ്ഠാനം മാത്രമേ ഇരിക്കത്തുള്ളൂ കുട്ടികളെ. അത് ഏതാ അധിഷ്ഠാനം? തന്റെ തന്നെ സ്വരൂപം, താൻ തന്നെ ആയിരിക്കുന്ന സ്വരൂപം. ഇതിനെയാണ് ഭാഷ്യത്തിൽ കാണുന്നത് നാമരൂപാഭ്യാം എന്താണ് വ്യാകൃതസ്യ എന്ന് പറയുന്നത്. നാമരൂപത്തിൽ വ്യാകരണം ചെയ്യപ്പെട്ടിരിക്കുന്നേ. ഈ കഥന് മുന്നേറാണ് ഇത്തം ഭാവേ തൃതീയ. നിങ്ങൾക്ക് സൂത്രം കാണാം, ഇത്തം ഭൂതലക്ഷണേ എന്നുള്ളത്. അപ്പൊ അവിടെ പറയും കിഞ്ചിത് പ്രകാരം പ്രാപ്ത ഇത്തം ഭാവ. ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് വരുന്ന വസ്തുവിനാണ് ഇത്തം ഭാവം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയും ജഡാഭി താപസ കമണ്ഡുലന ചാത്ര ഇത്യാദി. അപ്പൊ ചാത്ര എന്ന വിദ്യാർത്ഥി, അപ്പൊ അല്ലെങ്കിൽ സന്യാസിയാണെങ്കിൽ ജഡകൾ ഉള്ളത് കൊണ്ട് ജഡായുക്തനായിരിക്കും സന്യാസി. നമുക്ക് ജഡ അങ്ങേരുടെ സന്യാസ ലക്ഷണമാക്കി എടുത്തിട്ട് അതിൽ നിന്ന് തൃതീയാന്തം ചെയ്യാം. അതുകൊണ്ടാണ് ജഡാഭിഹി എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെയും നാമരൂപങ്ങളിൽ നിന്ന് തൃതീയ ദിവചനമാണ് നാമരൂപാഭ്യാം. അപ്പൊ നാമരൂപത്തിലാണ് എന്തിരിക്കുന്നത്? ജഗത്തിരിക്കുന്നത്. അപ്പൊ നാമരൂപം കൊണ്ട് ജഗത്തിനെ കാണിക്കാമെന്നുള്ളതിനാൽ നമ്മള് ഭൂതലക്ഷണം കാണുന്നതിനാൽ അതിന് തൃതീയ വെച്ചിട്ട് നാമരൂപാഭ്യാം എന്ന് പറയും. ആദ്യ കാര്യം ചേതനജന്യം കാര്യത്വാദ് കുംഭവത് ഇതി പ്രധാന ശൂന്യയോർ നിരാസഹ. പ്രധാന കാരണവാദികളായിരിക്കുന്ന സാംഖ്യ യോഗ സിദ്ധാന്തം, പ്രധാനത്തിൽ നിന്ന് ജഗത്തിന്റെ ഉത്പത്തി ഉണ്ടാകുന്നു എന്നൊരു മതം. രണ്ടാമത്തതാണ് ശൂന്യവാദികളായിരിക്കുന്ന മാധ്യമികന്മാർ. ഇവർ രണ്ടുപേരുടെയും മതം നിരാകരണം ചെയ്യപ്പെടും. എന്തുകൊണ്ടാ? ഈ അനുമാനം വഴി വിപരീതമായിരിക്കുന്ന ഒരു സാധ്യത സിദ്ധിക്കാൻ പറ്റുന്നതുകൊണ്ട്. അപ്പോൾ ആദ്യ കാര്യം, ജഗത്തുണ്ടാകുന്ന സമയത്തുള്ള ആദ്യമായിരിക്കുന്ന കാര്യം ചേതനജന്യം, ചേതനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. കാര്യത്വാദ്, കാര്യമായതിനാൽ. കുംഭവത്, ഇവിടത്തെ സാധ്യം എന്താ? ചേതന കാര്യത്വം, ചേതനജന്യത്വം. എത്ര എത്ര കാര്യത്വം തത്ര ചേതനജന്യത്വം എന്ന് വ്യാപ്തി കിട്ടും. വ്യാപ്തി അതെവിടെ കിട്ടും? കുംഭത്തിൽ. കുംഭം എന്ന് പറഞ്ഞാൽ ഘടം. ഘടം കാര്യമാണ്, ചേതനായിരിക്കുന്ന കുലാലിനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എത്ര എത്ര കാര്യത്വം, എവിടെ കാര്യത്വം ഇരിക്കുമോ അവിടെ ചേതനജന്യത്വം എന്ന് വ്യാപ്തി കിട്ടുന്നതിനാൽ ആദ്യ കാര്യമായിരിക്കുന്ന ഏത് വസ്തു എടുത്താലും അതിൽ കാര്യത്വം എന്നുള്ള ഹേതു ഇരിക്കുന്നത് കൊണ്ട് സാധ്യമായിരിക്കുന്ന അതിന്റെ വ്യാപകമായിരിക്കുന്ന ചേതനജന്യത്വം ഇരിക്കും. ഈ രീതിയിൽ എന്താ സിദ്ധിച്ചത്? ആദ്യ കാര്യത്തിന്റെ കാരണം ചേതനല്ലാതെ പ്രധാനമോ ശൂന്യമോ അല്ല. അടുത്തത് ഹിരണ്യഗർഭാദി ജീവജന്യത്വം നിരസ്യതി. അതായത് ഹിരണ്യഗർഭനാണ് ജഗത്തിന്റെ കർത്ത എന്നൊരു മതമുണ്ട്. ഈ മതത്തെ നിരാകരണം നടത്താനാണ് എന്ത് പറഞ്ഞത്? അനേക കർത്തൃഭോക്തൃ സംയുക്തസ്യ. അതായത് ഹിരണ്യഗർഭനും ഒരു ഭോക്താവ് തന്നെയാണ്. ഹിരണ്യഗർഭന് 2 കോടിയിൽ വയ്ക്കും.
അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഈശ്വരകോടിയിലും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ജീവകോടിയിലും ആവും. അതെന്തുകൊണ്ടാ? അതങ്ങനെയാണ്. അത് സൈദ്ധാന്തികപരമായിട്ടും വാസ്തവമായിട്ടും പറയാം. എന്തുകൊണ്ടാ? ആദ്യ ശുദ്ധബ്രഹ്മത്തിലെ കൽപ്പിതമായിരിക്കുന്ന അവിദ്യാസംബന്ധത്താൽ ഈശ്വരരൂപം, ആ ഈശ്വരനിൽ നിന്ന് ആദ്യം ഉണ്ടായിരിക്കുന്ന അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളിൽ പ്രതിബിംബിത രൂപനാണ് ആര്? ഹിരണ്യഗർഭൻ. ആ രീതിയിൽ ഹിരണ്യഗർഭൻ ഈശ്വരകൂടിയിൽപ്പെടും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ജീവൻ അവന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന കർമ്മോപാസനയുടെ ഫലമായിട്ടാണ് ഹിരണ്യഗർഭ ലോകത്ത് ഹിരണ്യഗർഭനായി ഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ജീവകോടിയിലും പെടും. ശരിയേ? അതുകൊണ്ട് ശ്രദ്ധിക്കണം ഏത് കോടിയിൽ വെച്ചാ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ജീവകോടിയിലാണ് വെച്ചത്. ചില സ്ഥലത്ത് ഈശ്വരകോടിയിൽ വെക്കും. അന്നപ്പോൾ ഭ്രമിക്കേണ്ട, ഇത്രയേ ഉള്ളൂ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അവൻ പറയാണ് ആ ഹിരണ്യഗർഭനും അല്ല ആ ജഗത്തിന്റെ കാരണം. കാരണം എന്താ? അനേക കർത്തൃഭോക്ത സംയുക്തമാണ് ഈ ജഗത്ത്. ഈ ഹിരണ്യഗർഭനും ഭോക്താവിന്റെ രൂപത്തിലും കർത്താവിന്റെ രൂപത്തിലുമാണ്. അതെന്തുകൊണ്ടാ? ഹിരണ്യഗർഭനെ സൃഷ്ടിച്ച ശേഷം ഹിരണ്യഗർഭ ശേഷമുള്ള സൃഷ്ടിയുടെ ഉടയോൻ ഹിരണ്യഗർഭനാണ്. അപ്പൊ അങ്ങേരതിന്റെ കർത്താവല്ലേ? അങ്ങനെ ഇരിക്കുന്ന കർത്താവിന്റെയും കർത്താവായിട്ടാണ് ഈശ്വരൻ സിദ്ധിക്കപ്പെടുന്നത്. മനസ്സിലായോ? അങ്ങേർക്കും പിറകിലൊരു കാരണം. ശ്രാദ്ധ വൈശ്വാനര ഇഷ്ട്യാദോ പിതാ പുത്രയോഹോ കർത്തൃഭോക്തൃഭേദാത് ഹൃദകുക്തി. ഇവിടെ കർത്തൃഭോക്തൃ എന്ന് ഭിന്ന ഭിന്നമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവ് തന്നെയല്ലേ ഭോക്ത. പിന്നെ ഇതിന് രണ്ട് പദം പറഞ്ഞത്? അതിന് കാരണം പറയാണ്, ശ്രാദ്ധം കർമ്മ ആരാ ചെയ്യുക? പുത്രനാ ചെയ്യുക. ആരാ ഭുജിക്കുക? അതിന്റെ ഫലം കിട്ടുന്നത് പിതാക്കന്മാർ. അതേപോലെ വൈശ്വാനരിഷ്ടി ജാതകർമ്മ ഇതാരാ ചെയ്യുന്നത്? പിതാവാണ്. ഫലം കിട്ടുന്ന ആർക്കാ? പുത്രനാണ്. അന്നപ്പോൾ പിതാപുത്രയോഹോ കർത്തൃഭോക്ത. അപ്പൊ അവിടെ എന്ത് പറ്റുന്നുണ്ട്? കർത്താവ് തന്നെയല്ല ഭോക്ത. ഭോക്ത വേറെയും കർത്താവ് വേറെ ആയി പോകുന്നുണ്ട്. ആയ സ്ഥിതിക്കാണ് നമ്മൾ കർത്തൃഭോക്തൃ എന്ന് വെവ്വേറെ പദം പറഞ്ഞത് തന്നെ. ഇല്ലെങ്കിൽ ഒറ്റ പദത്തിൽ ഒഴിവാക്കാമായിരുന്നു. യോ ബ്രഹ്മാണം വിഗതാദി പൂർവം യോ വൈ വേദാശ്ച പ്രഹിണോതി തസ്മേ തദേവ ആത്മബുദ്ധി പ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. എവിടെയും കേട്ടിട്ടുണ്ടോ അത്? കേൾക്കണം. യോ ബ്രഹ്മാണം വിദധാതി പൂർവം. ആരാണോ സൃഷ്ടിയുടെ തുടക്കകാലത്ത് ബ്രഹ്മ എന്നുള്ള ഹിരണ്യഗർഭനെ പോലും സൃഷ്ടിച്ചിട്ട് അവന് വേണ്ട കർമാദികളെയും വിഭാഗം നടത്തി കൊടുത്തത്. അപ്പൊ ആരുണ്ട്? അവന്റെ സ്രഷ്ടാവായിരിക്കുന്ന ഒരു ഈശ്വരൻ വേറെയുണ്ട്. അതുകൊണ്ട് ഹിരണ്യഗർഭനല്ല സ്രഷ്ട. ഒന്ന്, സർവ ഏതേ ആത്മാനോ വിച്ചരന്തി. സർവേ ഏതേ ആത്മാനോ വിച്ചരന്തി. ഇതിന്റെ തുടക്കം വരുന്നത് യഥാ അഗ്നേ ക്ഷുദ്രാ വിസ്ഫുല്ലിംഗാഹ വിശ്ചരന്തി ഏവം അസ്മാദാത്മനഃ സർവേ പ്രാണാ സർവേ ദേവാഹ ബൃഹദാരണ്യകത്തില്. എപ്രകാരം അഗ്നിയുടെ ചെറിയ കണങ്ങൾ പൊട്ടിമാറുന്നു, ഇതേപോലെയാണ് സകല ജീവന്മാരും സർവേ ആത്മാനഹ എന്ന് പറഞ്ഞു കഴിഞ്ഞു. സർവേ പ്രാണാഹ സകല പ്രാണന്മാരും ഏകനായിരിക്കുന്ന പരമാത്മാവിൽ നിന്ന് വേർതിരിഞ്ഞ് സൃഷ്ടികാലത്ത് വരുന്നതുകൊണ്ട് ഹിരണ്യഗർഭനായിരിക്കത്തില്ല സൃഷ്ടിയുടെ കർത്ത. ഇത് ശ്രുത്യ സ്ഥൂല സൂക്ഷ്മ ദേഹ ഉപാധി ദ്വാര. സ്ഥൂലവും സൂക്ഷ്മമായിരിക്കുന്ന ദേഹങ്ങളായിരിക്കുന്ന ഉപാധികൾ വഴി എന്ന് പറഞ്ഞ ലിംഗശരീരവും സ്ഥൂല ശരീരവും വഴി ജീവാനാം കാര്യത്വേന സകല ജീവന്മാരും കാര്യമാണെന്നുള്ള സ്ഥിതിക്ക് ജഗത് മധ്യപാതിത്വാത് ന ജഗത് കാരണത്വം. ഹിരണ്യഗർഭനും ജഗത് മധ്യപാതി ആയതിനാൽ ജഗത്തിന്റെ കാരണമാവത്തില്ല. ജഗത് മധ്യത്തിൽ പതിക്കാത്തവനാണ് ജഗത്തിന്റെ കാരണമായി മാറുക. എന്ന് പറഞ്ഞാൽ ജഗത്തിൽപ്പെട്ടവൻ ജഗത്തിന്റെ കാരണമല്ല, ജഗത്തിൽ പെടാത്തവനെ ജഗത്തിന്റെ കാരണമാകത്തുള്ളൂ. കാരണസ്യ സർവജ്ഞത്വം സംഭാവയതി. കാരണമായിരിക്കുന്ന ഈ പരമാത്മാ അവൻ സർവജ്ഞനാണ് എന്നുള്ളതിന്റെ സംഭാവന അവതരിപ്പിക്കാൻ ഭാഷ്യം കണ്ടതിന് മുന്നോട്ടേക്ക് പ്രതിനിയത ദേശകാല നിമിത്ത ക്രിയാഫലാശ്രയസ്യ. നിയതമായിരിക്കുന്ന ഓരോരോ ജീവനും പ്രതിനിയതമായിരിക്കുന്ന ഓരോരോ ജീവന്റെയും കർമ്മഫലം അവൻ ചെയ്തതിനനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് നിയതമായിരിക്കുന്ന ദേശം വേണ്ടേ, നിയതമായിരിക്കുന്ന കാലം വേണ്ടേ, നിയതമായിരിക്കുന്ന ഉപകരണങ്ങൾ വേണ്ടേ, നിയതമായിരിക്കുന്ന ശരീരം വേണ്ടേ? ഇതിനൊക്കെ ആരാണ് ചെയ്തു കൊടുക്കുക? ठीक है. അപ്പൊ സർവജ്ഞനായിരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു വ്യക്തി ഉദ്ദേശിച്ച ഈശ്വരനല്ലാതെ ഇത്രയും വിചിത്രമായിരിക്കുന്ന ഒരു രചന ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതിനാൽ ഈശ്വര സിദ്ധി നടത്തണം എന്നർത്ഥം. ടീക്കയിൽ വ്യാഖ്യാനം പറയാണ്, പ്രതിനിയതാനി എന്ന് പറഞ്ഞ അർത്ഥം വ്യവസ്ഥാപിതാനി, വ്യവസ്ഥിതാനി, വ്യവസ്ഥിതങ്ങളായിരിക്കുന്ന എന്ത്, ദേശകാല നിമിത്താനി, ദേശവും കാലവും നിമിത്തവും, യേഷാം ആരുടേതാണോ, യേഷാം കേഷാം ക്രിയാഫലാനാം, ക്രിയയുടെ ഫലങ്ങളാണ് ക്രിയാഫലം. ആ ക്രിയയുടെ ഫലം ഭുജിക്കണമെങ്കിൽ വ്യവസ്ഥിതമായിരിക്കുന്ന ദേശവും കാലവും നിമിത്തവും ഒക്കെ വേണ്ടേ. യേഷാം ക്രിയാഫലാനാം തദാശ്രയസ്യ
പ്രതിനിയത ദേശകാല നിമിത്ത ക്രിയാശ്രയസ്യ ജഗതഃ. ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്ന ഒരു ജഗത്തുണ്ട്. ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്ന ജഗത്ത് എന്താ പറയുക, ജഗത്തിന്റെ സൃഷ്ടി നടത്തുമ്പോൾ ഓരോ ജീവനും സുഖവും ദുഃഖവും എപ്രകാരം അനുഭവിക്കണോ അപ്രകാരമുള്ള വസ്തുക്കളെയല്ലേ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ജീവന്റെ കർമ്മത്തിന്റെ ഫലം കൊടുക്കാനായിട്ട് നിയതമായിരിക്കുന്ന ദേശകാല യുക്തമായിരിക്കുന്ന ഈ വിചിത്രമായിരിക്കുന്ന ജഗത്തിനെ എന്ന് അന്വയിച്ചുകൊള്ളുക. അതെന്താണ്? ഇപ്പൊ ആ ഒരു ലോകത്തെക്കുറിച്ച് പറയാണ്, ഫലാശ്രയമായിരിക്കുന്ന ലോകത്തെക്കുറിച്ച്. സ്വർഗസ്യ ക്രിയാഫലസ്യ മേരുപൃഷ്ഠം ദേശ. ക്രിയയുടെ ഫലം എന്തായിരിക്കും? സുഖമായിരിക്കും. സ്വർഗം എന്ന് ഉദ്ദേശിച്ചത് തന്നെ സുഖം എന്ന അർത്ഥത്തിലാണ്. ഇതിന് ദേശം പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ, ചില സ്ഥലത്ത് നമ്മൾ എന്താ പറയാറ്, തത്പദം സ്വപദാസ്തപദം എന്ന് പറഞ്ഞു കളിയാറുണ്ട് അല്ലേ? അതിന്റെ ശ്ലോകം മൊത്തം എന്തായിരുന്നു? എന്ന ദുഃഖേന സംഭിന്നം ജഗരസ്തമനന്തരം അഭിലാഷോപനീതം ച തത്പദം സ്വപദാസ്പദം. ഏതൊന്നാണോ ദുഃഖ സമ്മിശ്രിതമല്ലാത്തതും എന്ന ദുഃഖേന സംഭിന്നം ഗജകസ്തമനന്തരം, അത് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം അന്നേരം സുഖം ഭുജിച്ച് കുറച്ച് നേരം ദുഃഖം ഉണ്ടാവുമോ, അതും ഇല്ലാത്തൊരു പദത്തെയാണ് നമ്മൾ സ്വർഗം എന്ന് പറയുന്നത്. അങ്ങനെ അന്വയിച്ചു കഴിഞ്ഞാൽ ഒരു ദേശം ഒന്നല്ല, അത് ഇവിടെയും അന്വയിക്കാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള സുഖത്തിന് തൊട്ട ശേഷം ദുഃഖം വരാം. അതുകൊണ്ട് അങ്ങനെ അന്വയിക്കും, അതുകൊണ്ട് ദേശമായിട്ടും അന്വയിക്കാം. ഇവിടെ ഇപ്പോൾ ദേശം തന്നെയാണ്. മേരുപൃഷ്ഠം, മേരുവിന്റെ പൊക്കത്തുള്ള ദേശമാണ് സ്വർഗം എന്ന് പറയുന്നു. ദേഹപാത ദൂർധം കാലഹ. കാലം എപ്പോഴായിരിക്കും സ്വർഗഭോഗത്തിന്? ദേഹപാതം നടന്ന ശേഷം മാത്രം. ദേഹത്തോടു കൂടി ആരോ സ്വർഗത്തിൽ പോയിണ്ടോ? കഥകളാണ്, അല്ലാണ്ട് നമ്മൾ നോക്കിയിട്ടൊന്നല്ല, കഥയിൽ ചോദിച്ചിട്ടുള്ളൂ. ദേഹത്തോടു കൂടി ആരെങ്കിലൊക്കെ സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? അർജുനൻ പോയിട്ടുണ്ട് സ്വാമി. അർജുനൻ പോയിട്ടുണ്ട്. ദേഹത്തൂടെ പോയിട്ടില്ലെങ്കിലും ദേഹത്തോടു കൂടി തിരിച്ചു വന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാ ചോദിക്കുന്നത്. കഠോപനിഷത്തിലെ നചികേതസ് ചോദിക്കുന്ന വരങ്ങളിൽ ഒന്ന്, തിരിച്ചു പോയാൽ എന്റെ അച്ഛൻ എന്നെ തിരിച്ചറിയണമെന്ന. അത് വെച്ചിട്ടാണ് എന്റെ അച്ഛൻ വരം കൊടുക്കണ്ടേ. വരം കൊടുത്ത് ഞാൻ തിരിച്ചു പോയാൽ തിരിച്ചറിയണമെങ്കിൽ വേറെ ശരീരത്തിലാണെങ്കിൽ തിരിച്ചറിയോ? ഇല്ലല്ലോ. എല്ലാം കഥയാണ്, എന്റെ തലയിൽ കയറി. ഉത്തരായണ മരണാദി നിമിത്തം ച പ്രതിനിയതം. ഉത്തരായണത്തിലൂടെ എങ്ങോട്ടാ പോവാ? ഹിരണ്യഗർഭലോകം. ശരി. മരിക്കാതെ പോകാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ഏവം രാജസേവാ ഫലേ ഗ്രാമാദേർ ദേശാദി വ്യവസ്ഥാജ്ഞേയ. രാജാവിന് സേവ ചെയ്തു കഴിഞ്ഞാൽ അതിമഹത്തായ സേവയ്ക്ക് ചിലപ്പോൾ ഈ ഗ്രാമം നീ പിടിച്ചോന്ന് പറയും. അതൊരു ദേശം തന്നെയല്ലേ, ദേശാദി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. തഥാച അപ്രകാരം യഥാ സേവാഫലം ദേശാദി അഭിജ്ഞദാതൃകം തഥാ കർമ്മഫലം. എപ്രകാരം സേവയുടെ ഫലം ഏത് ദേശാദികൾ അതിനെ അറിയുന്ന കർത്താവിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? രാജാവിന് അറിയുന്ന ദേശമല്ലേ രാജാവിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് കർമ്മത്തിന്റെ ഫലം. നിങ്ങൾക്ക് ബ്രഹ്മസൂത്രം ഇതിൽ കുറെ മുന്നോട്ട് കഴിഞ്ഞാല് ഒരു സൂത്രം വരും, ഫലം അത ഉപപത്തേഹേ എന്ന് പറയും. അതായത് കർമ്മത്തിൽ നിന്നാണോ? അല്ല. ദേവതയാണോ? അല്ല. പിന്നെ ആരാ ഫലം കൊടുക്കുക? അധഹ തസ്മാത് പരമാത്മനഃ. എല്ലാം ഓർത്ത് വെക്കുന്നത്. കാരണം പ്രളയ സമയത്ത് ഈ ദേവതകളൊക്കെ ഷെഡ് കയറും. പിന്നെന്ത് ചെയ്യും? കല്ലുമില്ല മണ്ണുമില്ല. പിന്നെ ഞാനാണ് ദേവതയ്ക്ക് പ്രാണം കൊടുത്തത്, ഞാൻ അച്ഛന്റെ സ്ഥാനമാണ്, ഞാൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നൊക്കെയുള്ള തള്ളങ്ങ് നിൽക്കും. മനസ്സിലായോ? തന്ത്രക്കാരുണ്ടല്ലോ, അവർ പറയുന്നതാണത്. പിതാവിന്റെ സ്ഥാനമാണ്. ആർക്ക്? എന്ത് ഇത്രയും തമാശയുടെ ഒരു വിഭാഗം ഉണ്ടാകത്തില്ല. പ്രാണം കൊടുത്തിട്ടുണ്ട്, ഞാനാണ് പിതാവ്, അതുകൊണ്ട് ഞാൻ വരുന്നേരം ദേവത എഴുന്നേറ്റ് നിൽക്കും. ഇത്രയും കുരുത്തക്കേട് പരിപാടി വേറെ ആരും പറയത്തില്ല എന്നുള്ളതാണ്. കാരണം ദേവത എന്താണെന്ന് അറിയാം. ദേവതയേക്കാൾ അഹങ്കാരിയായിരിക്കുന്ന മനുഷ്യനാണ് പറയുന്നത് ഞാനാണ് പ്രാണം കൊടുത്തത്, ഞാൻ ദേവന്റെ അച്ഛനാണ്. വിവരക്കേടല്ലേ നീ ഇതൊക്കെ? അല്ലേ? ഉള്ള ദേവതയ്ക്ക് പ്രാണം കൊടുത്താണോ ഇല്ലാത്ത ദേവതയ്ക്ക് പ്രാണം കൊടുത്താണോ? ബേസിക് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോയാൽ മതി. നീ ആരാണ് നീ പ്രാണം കൊടുക്കാൻ? ഫലത്വാ ഇതി സർവജ്ഞത്വ സിദ്ധിരിതി ഭാവഃ. ഫലമായതിനാൽ, അതായത് എന്താണ് അനുമാനം സിദ്ധിച്ചു നോക്ക്. തഥാ സേവാഫലം ദേശാദ്യഭിജ്ഞകർത്തൃകം തഥാ കർമ്മഫലം ഫലത്വാത് ഇതി സർവജ്ഞത്വ സിദ്ധി. ഈശ്വര സർവജ്ഞ. എന്ത് ഹേതു കൊടുക്കും? ദേശാദി അഭിജ്ഞ ധാതൃകത്വാത് കർമ്മഫലവത്. കർമ്മത്തിന്റെ ഫലം കൊടുക്കുന്നത് ആരായിരിക്കും? രാജാദികൾ. അവന്
ദേശാദി ജ്ഞാനമില്ലേ? ഉണ്ട്. ദേഹാദി അഭിജ്ഞ കർത്തൃത്വം ഇല്ലെങ്കിൽ വിപരീതം കൊടുക്കും. അന്യം കൊടുത്തു കഴിഞ്ഞാൽ സർവജ്ഞത്വം രാജാവിലും വന്നിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യതിരേകേണ ഘടവത്ത് എന്ന് കൊടുത്താൽ മതി. അപ്പൊ എത്ര ദേശാദി അഭിജ്ഞ കർത്തൃത്വം തത്ര സർവജ്ഞത്വം ഒന്നും കിട്ടത്തില്ല. തലതിരിച്ചിട്ടാണ് എത്ര സർവജ്ഞത്വ അഭാവ ദേശാദി തത്ര ദേശാദി കർത്തൃത്വ അഭാവ, ഇങ്ങനെ കൊടുക്കാം. വ്യതിരേകം കൊടുത്തിട്ട് എന്ത് സിദ്ധിക്കാം? ദേശാദി അഭിജ്ഞ കർത്തൃത്വം ഉള്ളത് കൊണ്ട് ഈശ്വരന് സർവജ്ഞത്വം സിദ്ധിക്കാന്ന്. സർവശക്തിത്വം സംഭാവയതി. ഈശ്വരൻ ഇത് വലിയ വലിയ പോയിക്കൊണ്ട് എന്ത് ചെയ്യാൻ? ഈശ്വരൻ കേവലം സർവജ്ഞൻ മാത്രമല്ല, സർവശക്തി കൂടിയാകുന്നു. അതാണ് പറയുന്നത്, മനസ്സിനാൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രചനയോട് കൂടിയിരിക്കുന്ന വിസ്താരത്തോടു കൂടിയിരിക്കുന്ന ജഗത്തിനെ സൃഷ്ടിച്ചത് കൊണ്ട് അങ്ങേര് സർവശക്തനാണെന്ന് മനസ്സിലാക്കുക. നനു അന്യേപി വൃദ്ധി പരിണാമാദിയോ ഭാവവികാര സന്ധീതി കിമിതി ജന്മാദി ഇത്യാദിപദേന ന ഗൃഹ്യന്തേ. ഇവിടെ ഇപ്പോൾ ഈ ജഗത്തിനെ വൃദ്ധി ഹ്രാസാദി പരിണാമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ സൂത്രത്തില് ജന്മസ്ഥിതി പ്രളയം മാത്രം പറയാൻ കാരണം എന്താ? അതിനിടയിൽ എന്തൊക്കെ ഭാവവികാരങ്ങൾ ഈ ജഗത്തിന് സംഭവിക്കുന്നുണ്ട്? ഇതൊന്നും എന്തുകൊണ്ട് ഗണിച്ചില്ല നിങ്ങൾ? ഇതാണ് ചോദ്യം. അന്യേപി വൃദ്ധി വർധനവ് പരിണാമം സംഭവിക്കുന്നുണ്ട്, നാശത്തിന് മുന്നേ. അതേപോലെ ക്ഷയം സംഭവിക്കുന്നുണ്ട്. അപക്ഷയസ്യ ഭാവവികാര സന്ധീതി, ഇപ്രകാരം ഇരിക്കുന്ന ഭാവവികാരങ്ങൾ ഈ ജഗത്തിനുണ്ടെന്നിരിക്കെ കിമിതി ജന്മാദി ഇത്യാദി പദനെ ഗൃഹ്യന്തേ. ജന്മാദി എന്നുള്ള ആദ്യ പദം കൊണ്ട് എന്തുകൊണ്ടാണ് ഇവയൊന്നും ഗ്രഹിക്കാത്തത്? തത്രാഹ, അതിന് ഉത്തരം പറയാണ് ഭാഷ്യം നോക്ക്. അന്യേഷാമപി ഭാവവികാരാണാം തൃഷ്യേവ അന്തർഭാവ ഇതി ജന്മസ്ഥിതി നാശാന ഇഹ ഗ്രഹണം. അന്യഭാവവികാരങ്ങൾ ജഗത്തിന് ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ ഇനി നിങ്ങൾ ഏതൊരു ഭാവവികാരത്തെ കൊണ്ടുവന്നാലും അതിനെ എല്ലാറ്റിനെയും നമുക്ക് ഈ മൂന്നെണ്ണത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് മൂന്നെണ്ണം മാത്രം പറഞ്ഞു എന്നർത്ഥം. അന്വേഷണ ഭാവവികാരണം, അന്യ സകല ഭാവവികാരങ്ങൾക്കും തൃഷ്യേവ അന്തർഭാവ, ഈ മൂന്നെണ്ണത്തിൽ അന്തർഭാവം നടക്കുന്നതിനാൽ ജന്മത്തിൽ, സ്ഥിതിയിൽ, പ്രളയത്തില്. അതുകൊണ്ട് ജന്മസ്ഥിതി നാശാന ഇഹഗ്രഹണം. ഇഹ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഉദ്ദേശിച്ചത് സൂത്രത്തിൽ മൂന്നെണ്ണത്തിനെ മാത്രം ഗ്രഹിച്ചു. കാരണം ബാക്കി എല്ലാറ്റിനെയും ഈ മൂന്നെണ്ണത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് കൊണ്ട്. ഇതിന്റെ ടീക്ക നോക്ക്. വൃദ്ധി പരിണാമയോർ ജന്മനി അപക്ഷയസ്യ നാശേ അന്തർഭാവ ഇതി ഭാവ. വൃദ്ധിയും പരിണാമത്തെയും നിങ്ങൾ ജന്മത്തിൽ കൂട്ടിക്കൊടുക്കുക. അതേപോലെ അപക്ഷയത്തെ എടുത്തിട്ട് നാശത്തിലും വെച്ചോ, പണി കഴിഞ്ഞില്ലേ? നനു ദേഹോ ജായതേ അസ്ഥി വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ വിനശ്യതീതി യാസ്കം മുനി വാക്യം ഏത സൂത്രമൂലം കിം നസ്യാത്. അല്ല, ഈ സൂത്രത്തിന്റെ മൂലം കാരണം ശ്രുതി ആയിരിക്കുന്ന യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ എന്നുള്ളതിന്റെ ആവശ്യമില്ലല്ലോ. നിരുക്തകാരനായിരിക്കുന്ന യാസ്കമുനി പറഞ്ഞിട്ടുണ്ട് എന്ത്? ജായതേ അസ്ഥി വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ വിനശ്യതി. ഇങ്ങനെ ഇരിക്കുന്ന ആറ് വികാരങ്ങളെ കുറിച്ച് അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. ആ വാക്യമാവാൻ പാടില്ലേ ഈ സൂത്രത്തിന്റെ കാരണം? അങ്ങനെ ചിന്തിക്കാലോ. ദേഹോ വേറെ തന്നെയാട്ടോ. ജായതേ അസ്ഥി എന്നും പറഞ്ഞാൽ തുടങ്ങാം. ഇവിടെയുള്ള അസ്തിത്വത്തിന് ശേഷമല്ല ഇതിന്റെ ഉത്പത്തി പറയുന്നത്. ആദ്യം ഉത്പത്തി പറഞ്ഞിട്ടാണ് അസ്തിത്വം പറയുന്നത്. മനസ്സിലായോ? ജന്മാനന്തരമുള്ള അസ്തിത്വമാണ് ഈ പറയുന്നത്. ജായത്തെ ഉത്പന്നമാവുന്നു, അസ്തിത്വം, വർദ്ധതേ അതിന് വർധനവ്, വിപരിണാമം സംഭവിക്കുന്നു, അപക്ഷീയതേ അപക്ഷയം സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കും? വിനാശം. എത്രണ്ണായി? 6 എണ്ണം. നമ്പർ 6. ഇതിനെയാണ് ഭാവവികാരങ്ങൾ എന്ന് പറയും. ഇത് യാസ്കമുനി വാക്യം. യാസ്കമുനിയുടെ ഈ വാക്യം എന്തുകൊണ്ട് ഈ സൂത്രത്തിന് രണ്ടാം സൂത്രത്തിന്റെ മൂലമായി ഭവിക്കത്തില്ല? അതാഹ, അതിന് ഉത്തരം പറയുന്ന ഭാഷ്യകാരൻ, യാസ്ക പരിപഠിതാനാം തു ജായതി അസ്ഥി ഇത്യാദീനാം ഗ്രഹണേ തേഷാം ജഗതഃ സ്ഥിതികാലേ സംഭാവ്യമാനത്വാത് മൂലകാരണാത് ഉത്പത്തി സ്ഥിതി നാശാഃ ജഗതോ ന ഗൃഹീതാഃ സ്യുഃ ഇത്യാശങ്ക്യേത തന്മാശങ്കീതി യോ ഉത്പത്തിർ ബ്രഹ്മണസ് തത്രൈവ സ്ഥിതി പ്രളയശ്ച തേ ഏവ ഗൃഹ്യന്തേ. യാസ്ക പരിപഠിതാനാം, യാസ്ക മുനിയാൽ പഠിക്കപ്പെട്ടിരിക്കുന്നവർ അങ്ങനെ പറഞ്ഞിരിക്കുന്ന വാക്യമുണ്ടല്ലോ. ഏത്? ജായതേ അസ്തി വിപരിണമതേ വിപക്ഷീയതേ നശ്യതി വരെയുള്ള 6 എണ്ണം. ജായതി അസ്തി ഇത്യാദീനാം ഗ്രഹണേ. ഈ സൂത്രത്തിന്റെ മൂലമായിട്ട് 6 ഭാവവികാരങ്ങൾ പറയുന്ന യാസ്കം മുനി പഠിതമായിരിക്കുന്ന വാക്യത്തെ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? എന്താ? തേഷാം ജഗത സ്ഥിതികാലേ സംഭവ്യമാനത്വം. അത് ജഗത്തിന്റെ സ്ഥിതികാലത്ത് മാത്രമേ ഈ 6 കിട്ടത്തുള്ളൂ. അതിൽ ഉത്പത്തി കിട്ടത്തില്ല. എന്നാൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഉത്പന്നമായിരിക്കുന്ന വസ്തുവിലെ
ജായതേ അസ്ഥി എന്നാണ്. ഉത്പന്നമായ ശേഷമുള്ള അസ്തിത്വാദികളെ പറയുന്നത്. ഇതെല്ലാം ഇതിന്റെ അർത്ഥമാണ് കേട്ടോ. ഭൂതങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറഞ്ഞു വന്നിരിക്കുന്നത്, അല്ലാതെ ജഗത്തിന്റെ ആദ്യ സൃഷ്ടിയെക്കുറിച്ചല്ല. അതുകൊണ്ട് പറയാണ് ജഗത സ്ഥിതികാലേ സംഭാവ്യമാനത്വാത്. സൃഷ്ടിക്ക് ശേഷമുള്ള സ്ഥിതികാലത്ത് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ എന്നുള്ളതിനാൽ മൂലകാരണാത് ഉത്പത്തി സ്ഥിതി നാശാഹ ജഗതോ ന ഗൃഹീതാസ്യു. മൂലമായിരിക്കുന്ന ഒരു കാരണത്തിൽ നിന്ന് ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ ഗ്രഹിക്കപ്പെടാതെ പോകും. അതായത് ഈ ജഗത്തിന് ഉത്പത്തിയും സ്ഥിതിയും ലയവും ഒരു മൂലകാരണത്തിൽ നിന്നുണ്ടായിരുന്നു. ആ ഒരു മൂലകാരണത്തിൽ നിന്നുള്ള ഉത്പത്തി സ്ഥിതി ലയം ഗ്രഹിക്കപ്പെടാതെ പോകും. എപ്പോൾ? ജായതേ അസ്ഥി എന്നുള്ളതിനനുസരിച്ച് യാസ്കമുനി പരിപഠിതമായിരിക്കുന്ന വാക്യത്തെ ആശ്രയിച്ചിട്ട് ഈ സൂത്രം പറഞ്ഞിരുന്നു എങ്കിൽ തന്മാ ശങ്കീതി, അപ്രകാര സംഖ്യ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ബ്രഹ്മണഹ യ ഉത്പത്തി, ഷഷ്ടിയല്ല കേട്ടോ, പഞ്ചമന്തമാണ്. ബ്രഹ്മത്തിൽ നിന്നുള്ള യാതൊരു ഉത്പത്തി ഉണ്ടോ ജഗത്തിന്റെ, തത്രൈവ സ്ഥിതി പ്രളയശ്ച, അവിടെ തന്നെയാണ് സ്ഥിതിയും പ്രളയവും. അതുകൊണ്ട് എന്ത് പറ്റി? തേ ഏവ ഗൃഹ്യന്തേ എന്ന് പറഞ്ഞാല് ജന്മസ്ഥിതി പ്രളയങ്ങളെ മാത്രമേ ഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന അർത്ഥം യഥോ ഇമാനി ഭൂതാനി ജായന്തേ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഉത്പത്തി സ്ഥിതി പ്രളയത്തെ മാത്രമേ ഗ്രഹിച്ചിട്ടുള്ളൂ എന്നർത്ഥം. ഇതിന്റെ വ്യാഖ്യാനം ടീക്ക നമുക്ക് 48-ാം പേജിലാണ്. യാസ്കമുനി കില, യാസ്കമുനി എന്താ ചെയ്ത്? കില എന്നുള്ളത് വാക്യാലങ്കാരം പറഞ്ഞതാണ്. മഹാഭൂതാനാം ഉത്പന്നാനാം സ്ഥിതികാലേ ഭൗതികേഷു പ്രത്യക്ഷേണ ജന്മാദിഷട്കം ഉപലഭ്യ നിരുക്തവാക്യം ചകാര. ചകാര ഈ പദത്തെ പദച്ഛേദം നടത്തിയ ആരെങ്കിലും കഷ്ടപ്പെടണ്ട, ഇതിന് പദച്ഛേദം നടത്താൻ പറ്റില്ല, ഒറ്റ വാക്യാണ്. ഇത് ലിട്ട് പ്രയോഗമാണ്. കൃഞ്ഞ് ധാതുവിന്റെ ലിട്ട് എന്ന് പറഞ്ഞാൽ അനന്തിത ഭൂതകാല ലിട്ട് എന്ന് പറയും. നമ്മളില്ലാത്തൊരു ഭൂതകാലവും നമ്മളുള്ള ഭൂതകാലവും ഉണ്ടല്ലോ. നമ്മളില്ലാത്ത ഭൂതകാലത്ത് നടന്ന കാര്യങ്ങളെ പറയാനാണ് നമ്മൾ ലിട്ട് പ്രയോഗം നടത്തുക. നിങ്ങൾക്ക് രാമായണത്തിൽ കുറേ ലിട്ട് പ്രയോഗം കാണാം. അത് ഇതാണ് കേട്ടോ, വാൽമീകി രാമായണത്തിലാണ്. യാസ്കമുനികില, യാസ്കമുനി എന്താ ചെയ്തത്? മഹാഭൂതാനാം ഉത്പന്നാനാം സ്ഥിതികാലേ, ഉത്പന്നമായിരിക്കുന്ന മഹാഭൂതങ്ങളുടെ സ്ഥിതികാലത്ത് എന്താ സംഭവിക്കുന്നത്? ഭൗതികേഷു, ഭൂതങ്ങളുടെ കാര്യത്തെയാണ് നമ്മൾ ഭൗതികം എന്ന് പറയുന്നത്. അതല്ലാതെ മഹാഭൂതങ്ങളുടെ ഉത്പത്തിയെ കുറിച്ചല്ല അവർ പറഞ്ഞത്. ഉത്പന്നമായിരിക്കുന്ന മഹാഭൂതങ്ങളുടെ ഭൗതികാവസ്ഥയിൽ നേരിടുന്ന ഉത്പത്തി സ്ഥിതി പ്രളയം ഉണ്ടല്ലോ എന്ന് പറയാം. ഉത്പത്തി മുതൽ പ്രളയം വരെ എന്ന് പറയാം. അതിന്റെ ഇടയ്ക്കുള്ള 4 കൂടി ചേർത്തോടുക. ജായതേ അസ്ഥി വർദ്ധതേ വിപരണമതേ അപക്ഷേതേ വിനശ്യതി. ഇതിനെയാണ് യാസ്കമുനി പഠിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് മഹാഭൂതാദികളുടെ ഉത്പത്തിയുടെ കാര്യത്തിലല്ല ഇത്, മറിച്ച് ഭൗതിക കാര്യങ്ങളിൽ നേരിടുന്ന, ഘടാതി ഭൗതിക കാര്യങ്ങളിൽ നേരിടുന്ന ഭാവവികാരങ്ങളെ കുറിച്ച് മാത്രമാണ് യാസ്കമുനി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പ്രത്യക്ഷേണ ജന്മാദി ഷട്കം ഉപലഭ്യ, നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്ന ജന്മാദി 6 ഗ്രഹിച്ചും കൊണ്ടാണ് നിരുക്തവാക്യം ചകാര, പറയപ്പെട്ടിരിക്കുന്ന വാക്യത്തിന്റെ നിർമ്മിതി അങ്ങേര് പണ്ട് ചെയ്തത്. ഇവിടെ ഇല്ലാത്ത നമ്മൾ കണ്ടുനിൽക്കുന്ന സമയത്തല്ലുള്ളത്. അതുകൊണ്ടാണ് ടീക്കാകാര ചകാര ഏതോ ഒരു കാലത്ത് ചെയ്തു വെച്ചത്. തന്മൂലീകൃത്യ ജന്മാദി കാരണത്വം ലക്ഷണം സൂത്രാർത്ഥ ഇതി ഗ്രഹണേ. തന്മൂലീകൃത്യ എന്ന് പറയുക യാസ്കമുനിയുടെ വാക്യത്തെ മൂലമാക്കി എടുത്തിട്ട് ജന്മാദി ഷഡ്ക കാരണത്വം, ജന്മാദി 6 ഭാവവികാരങ്ങളുടെ കാരണത്വത്തെ ലക്ഷണമാക്കിയിട്ട് എടുത്തിട്ട് സൂത്രം ലക്ഷണം ഇങ്ങനെ പറയുകയാണെങ്കിൽ, കാരണത്വം ലക്ഷണം സൂത്രാർത്ഥ ഇതി ഗ്രഹണേ, ഈ 6 ഭാവവികാരങ്ങളുടെ കാരണത്വമാണ് സൂത്രത്തിന്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ സൂത്രകൃത ബ്രഹ്മലക്ഷണം ന സംഗ്രഹീതം, സൂത്രകാരനാൽ ബ്രഹ്മത്തിന്റെ ലക്ഷണമായിരിക്കത്തില്ല ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. സൂത്രകാരനാൽ ഗ്രഹിക്കപ്പെട്ടത് ബ്രഹ്മത്തിന്റെ ലക്ഷണമാകത്തില്ല. പിന്നെന്തായിരിക്കും? കിന്തു മഹാഭൂതാനാം ലക്ഷണം മുക്തമിതി, മഹാഭൂതങ്ങളുടെ ലക്ഷണമാവും പറയുന്നത്. ഇത് ശങ്കാസ്യാത്, എന്നൊരു ശങ്ക ഉണ്ടാവാം. സാ മാഭൂത്, അങ്ങനത്തെ ഒരു ശങ്ക ഇല്ലാതിരിക്കട്ടെ. ഇതി ശ്രുത്യുക്താഹ ജന്മാദയ, ഏതെന്നാണ് ശ്രുതികളാൽ പറയപ്പെട്ടിരിക്കുന്ന ജന്മാദികൾ. ഏത് ശ്രുതിയാ ജന്മാദികളെ പറഞ്ഞത്? ജന്മാദയ തേ ഏവ ഗൃഹ്യന്തേ, അവയെ തന്നെ ഇവിടെ ഗ്രഹിച്ചോളണം. എവിടെ ഗ്രഹിക്കണം? ജന്മാദ്യസ്യത, സൂത്രത്തിലെ ജന്മാദികളെ കൊണ്ട്, യഥ വേണ്ട, സൂത്രത്തിലെ ജന്മാദികളെ കൊണ്ട് ഗ്രഹിച്ചോളണം. യദി നിരുക്തസ്യാപി ശ്രുതി മൂലമിതി മഹാഭൂത ജന്മാദികം അർത്ഥസ് തർഹി സാ ശ്രുതേരേവ സൂത്രസ്യ മൂലമസ്തു
കിം അന്തർഘടന നിരുക്തേന ഇതി ഭാവഃ. യതി ഇങ്ങനെ അന്വയിച്ചാണെങ്കിൽ എങ്ങനെ നിരുക്തസ്യാപി ശ്രുതിമൂലം. നിരുക്തം ഉണ്ടല്ലോ, യാസ്കാ മുനിയാൽ രചിക്കപ്പെട്ടിരിക്കുന്ന നിരുക്ത ഗ്രന്ഥം, നിരുക്തത്തിന്റെയും മൂലം ശ്രുതി ആവത്തില്ലേ? അങ്ങനെ എടുക്കാൻ പാടില്ലേ? ആ രീതിയിൽ സൂത്രത്തിന് നിരുക്തമായിട്ട് സംബന്ധം പറയാൻ പാടില്ലേ? സൂത്രത്തിന് ശ്രുതിയായിട്ട് സംബന്ധം, നിരുക്തത്തിന് ശ്രുതിയായിട്ട് സംബന്ധം, ഈ രീതിയിൽ സൂത്രത്തിന് നിരുക്തമായിട്ട് സംബന്ധം പറയാൻ പാടില്ലേ? നിരുക്തസ്യാപി ശ്രുതി മൂലമിതി. ശ്രുതിയാണ് നിരുക്തത്തിനും കാരണം എന്നിരിക്കെ മഹാഭൂതജന്മാധികം അർത്ഥ, മഹാഭൂതാദികളുടെ ജന്മം തന്നെ സൂത്രത്തിന്റെ അർത്ഥം എന്തുകൊണ്ടാവാൻ പാടില്ല? തർഹി സാ ശ്രുതിരേവ സൂത്രസ്യ മൂലമസ്തു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, ആ ശ്രുതി തന്നെ സൂത്രത്തിന്റെ മൂലമായിരിക്കട്ടെ. കിം അന്തർഘടുന, അന്തർഘടു എന്ന് ഉദ്ദേശിച്ചത് മാംസപിണ്ഡമാണ്. ഈ ആടുകൾക്ക് 2 മാംസപിണ്ഡം തൂങ്ങിക്കിടക്കും, അതുകൊണ്ട് ആടിന് പ്രത്യേകിച്ച് ഉപകാരമില്ല. ഇതേപോലെ മധ്യവർത്തിയായിരിക്കുന്ന ഈ നിരുക്തം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവുമില്ല. നിരുക്തത്തിന്റെയും കാരണമായിരിക്കുന്ന ശ്രുതി തന്നെയായിരിക്കട്ടെ സൂത്രത്തിന്റെ മൂലം. യദി ജഗതോ ബ്രഹ്മ അതിരിക്തം കാരണം സ്യാത് തഥാ ബ്രഹ്മലക്ഷണസ്യ തത്ര അതിവ്യാപ്യാദി ദോഷ സ്യാത്. യദി ഇങ്ങനെയാണെങ്കിൽ ജഗതോ ബ്രഹ്മ അതിരിക്തം കാരണം സ്യാത്, ജഗത്തിന് കാരണമായിട്ട് ബ്രഹ്മ അതിരിക്ത വസ്തു ഉണ്ടെങ്കിൽ ഏതിന് ലക്ഷണം ചെയ്യുന്നത്? ബ്രഹ്മലക്ഷണം. അപ്പോഴേ അന്വയിക്കാൻ പറ്റത്തുള്ളൂ. ലക്ഷണം ബ്രഹ്മത്തിൻ്റെത്. ജഗത് ലക്ഷണം എന്താണ്? ജഗത് ജന്മാദി കാരണത്വം. ബ്രഹ്മത്തിൽ ഭിന്നമായിട്ട് ജഗത്തിന് കാരണം ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ബ്രഹ്മലക്ഷണസ്യ തത്ര അതിവ്യാപ്തി ദോഷ. ബ്രഹ്മലക്ഷണം ആ അന്യകാരണത്തിൽ പോകുമ്പോൾ എന്ത് പറ്റും? അതിവ്യാപ്തി. അതിവ്യാപ്തി എന്ന് ഉദ്ദേശം എന്താണ്? ലക്ഷ്യവൃത്തിത്വ സതി അലക്ഷ്യവൃത്തിത്വം അതിവ്യാപ്തി. ലക്ഷണത്തില് 3 ദോഷത്തിന്റെ സംഭാവനയുണ്ട്. ഏതൊക്കെ? അതിവ്യാപ്തി, അവ്യാപ്തി, അസംഭാവന. ലക്ഷ്യത്തിൽ ഇരുന്നു കൊണ്ട് ആ ലക്ഷ്യത്തിൽ ലക്ഷണം പോയാൽ അതിവ്യാപ്തിയും, ലക്ഷണത്തിൽ മൊത്തം ലക്ഷ്യത്തിൽ മൊത്തം ലക്ഷണം പോകുന്നില്ലെങ്കിൽ അവ്യാപ്തിയും, ലക്ഷ്യത്തിൽ എവിടെയും ലക്ഷണം ചെല്ലുന്നില്ലെങ്കിൽ അസംഭവവും. ഇതൊക്കെ തർക്കസംഗ്രഹത്തിൽ തുടക്കത്തിൽ കാണാം. അപ്പോൾ ഇത് 3 ഇല്ലാതെ ആയിരിക്കണം ലക്ഷണം പറയേണ്ടത്. ലക്ഷണ സിദ്ധി നടത്തുന്ന തരത്തിൽ ശ്രദ്ധിക്കണം. യദി ജഗതോ ബ്രഹ്മാതിരിക്തം കാരണം സ്യാത്, ജഗത്തിന് ബ്രഹ്മത്തിൽ ഭിന്നമായിട്ടൊരു കാരണം ഉണ്ടെങ്കിൽ ലക്ഷണം ബ്രഹ്മത്തിന്റെ ചെയ്യുമ്പോൾ ജഗത് ജന്മ കാരണത്വം എന്ന് പറഞ്ഞാൽ ഇതെന്തിന്റെ ലക്ഷണം? ബ്രഹ്മലക്ഷണമാണ്. കാരണം വേറെ ഇരിക്കുമ്പോൾ ഈ ലക്ഷണം അവിടെയും ചെല്ലും. അന്നപ്പോൾ ബ്രഹ്മലക്ഷണം അവിടെ പോയി എന്നുള്ളൊരു അതിവ്യാപ്തി നേരിടും. അതഹ തൻ നിരാസായ, അതുകൊണ്ട് താദൃശ അതിവ്യാപ്തിയുടെ നിരാസ നടത്താനായിട്ട് ലക്ഷണസൂത്രേണ ബ്രഹ്മവിന ജഗത് ജന്മാധികം ന സംഭവതി കാരണാന്തര അഭാവാദിതി യുക്തി സൂത്രിത. സൂത്രേണ സൂത്രിത, സൂത്രത്താല് പറയപ്പെട്ടിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട് എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. എന്താ സൂചിപ്പിച്ചത്? ബ്രഹ്മവിന ജഗത് ജന്മാധികം ന സംഭവതി. ബ്രഹ്മ ഒരു വസ്തു ഇല്ലെങ്കിൽ ജഗത്തിന്റെ ജന്മമോ സ്ഥിതിയോ പ്രളയമോ മറ്റൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അതെന്തുകൊണ്ടാ? കാരണാന്തര അഭാവാത്, അന്യകാരണം നിലനിൽക്കുന്നില്ല. കുലാലനായിരിക്കുന്ന കാരണം ഇല്ലതാനും മറ്റൊരു കാരണം ഘടത്തിനില്ലെങ്കിൽ ഘടം എങ്ങനെ ഉത്പന്നാവും? അപ്പോൾ ജഗത്തിന് മറ്റൊരു കാരണം ഇല്ലാതിരിക്കുകയും ബ്രഹ്മ വസ്തു സംഭവിക്കുകയും ഇല്ലെങ്കിൽ പിന്നെ ജഗത്തിന്റെ ഉത്പത്തി ഉണ്ടാവത്തില്ല. തർക്കപാതി വിസ്തരേണ ഭക്ഷ്യതേ. ഈ ഒരു യുക്തി ഉണ്ടല്ലോ, യുക്തി പറയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്, ബ്രഹ്മ ഇല്ലാതെ മറ്റൊരു കാരണം ഇല്ലാതിരിക്കുമ്പോൾ ജഗത്തിന്റെ ഉത്പത്തി നടക്കത്തില്ല എന്നുള്ള യുക്തി ഇവിടെ സൂത്രത്താൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് വിസ്തരേണ ഞങ്ങൾ തർക്കപാദത്തിൽ ഇനി പറഞ്ഞു തരാം. തർക്കാപ്രതിഷ്ഠാന, അതിന് നമ്മൾക്ക് മുന്നോട്ട് കാണാം. അധുന സംക്ഷേപേണ താം ദർശയതി. ഇപ്പോൾ നമ്മളെ ആ യുക്തിയെ സംക്ഷേപിച്ചിട്ട് കാണിച്ചു തരാം, വിസ്തരിക്കുന്നില്ല. ഭാഷ്യം കണ്ടോ? 3-ാം പംക്തി 49. ന യഥോക്ത വിശേഷണസ്യ ജഗതോ, യഥോക്ത വിശേഷണം ഈശ്വരം മുക്ത്വ അന്യതഃ പ്രധാനാത് അചേതനാത് അണുഭ്യോ അഭാവാത് സംസാരിണോ വാ ഉത്പത്യാദി സംഭാവയിതും ശക്യം. യഥോക്ത വിശേഷണസ്യ ജഗതഃ, ഈ പറയപ്പെട്ടിരിക്കുന്ന വിശേഷണത്തോടു കൂടിയിരിക്കുന്ന ജഗത്തിന്റെ എന്തൊക്കെയാ പറയപ്പെട്ട വിശേഷണം? മനസാദി അചിന്യ ശക്തേഹേ പ്രതിനിയത ദേശകാല സംയുക്തസ്യ ഇത്യാദി വിശേഷണങ്ങൾ കുറെ പറഞ്ഞില്ലേ ജഗത്തിന്. ഇങ്ങനെ ഇരിക്കുന്ന ജഗത്തിന് ജഗതഃ യഥോക്ത വിശേഷണം ഈശ്വരം മുക്ത്വ. വിശേഷണം എന്തായിരുന്നു ഈശ്വരന്റെ? സർവജ്ഞത്വം, സർവശക്തിത്വം. ഇങ്ങനെ ഇരിക്കുന്ന സർവജ്ഞത്വ സർവശക്തിത്വാദി വിശിഷ്ടനായിരിക്കുന്ന ഈശ്വരനെ ഒഴിച്ച്, മുക്ത്വ എന്ന ഒഴിച്ച്, അന്യതഃ മറ്റൊന്നിൽ നിന്നും ഉത്പത്യാദി സംഭാവയിതും ന ശക്യം, ഉത്പത്തി സ്ഥിതി പ്രളയം
സംഭവിക്കത്തില്ല. എവിടെ നിന്ന് സംഭവിക്കത്തില്ല? ഈ അന്യത എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ് ഇനി കാണുന്നത്. എവിടെ നിന്ന് വരാം? സാങ്ക്യ സിദ്ധാന്തത്തിൽ എവിടെ നിന്നാണ് ജഗത്ത് ഉത്പന്നമാവുന്നത്? പ്രധാനാത്. ठीक है, ജഡമായിരിക്കുന്ന പ്രധാനത്തിൽ നിന്ന് ജഗത്ത് ഉത്പന്നമാവത്തില്ല എന്ന നിരാകരണം. രണ്ടാമതാണ് പ്രധാനാത് അചേതനാത്. പ്രധാനം ചേതനല്ല, അചേതനായിരിക്കുന്ന പ്രധാനത്തിൽ നിന്ന് ജഗത് ഉത്പന്നത്തിൽ. നിങ്ങൾ 5ാമത്തെ സൂത്രം തന്നെ അതാണ് വരാൻ പോകുന്നത്. ठीक है, പിന്നെന്താണത്? അണുഭ്യോ, അണുക്കളിൽ നിന്ന് ജഗത് ഉത്പന്നമാവുന്നു എന്ന് നൈയായിക വൈശേഷിക സിദ്ധാന്തം. രണ്ട് വെച്ച് കട്ട് ചെയ്യാണത്. പ്രധാനം കാരണവാദം നിരാസം നടത്തുന്നതോടുകൂടി സാങ്കേയോഗ സിദ്ധാന്തം നഷ്ടപ്പെടും. ഇനി സാങ്കേ സിദ്ധാന്തത്തിനോ യോഗ സിദ്ധാന്തത്തിനോ നമുക്ക് വേദാന്തമായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ചിലർ ഇതൊക്കെ ചെയ്യും. അവർക്ക് വേറെ സിദ്ധാന്തമാണ്, അവരുടെ ഗുരുക്കന്മാര് പരമ്പരയെ മാറിപ്പോയതിന്റെ തകരാറ്. ഇനി അണു, ഈശ്വരൻ കാരണമായിട്ട്, അതായത് നിമിത്ത കാരണമായിട്ട് അണുക്കളായിരിക്കുന്ന ഉപാദാനത്തിൽ നിന്ന് ജഗത്തിനെ സൃഷ്ടിക്കാമെന്ന് നൈയായിക വൈശേഷിക സിദ്ധാന്തം. സാങ്കേന്മാരുടെ സിദ്ധാന്തം ആദ്യം പറഞ്ഞു. സാങ്ക്യ യോഗ സിദ്ധാന്തമാണ് പ്രധാന കാരണവാദം. അതിൽ നടക്കത്തില്ല, കാരണം ജഡമാണ്. പിന്നെന്താ? അണുക്കളും ജഡങ്ങളായതിനാൽ അവയിൽ നിന്നും സൃഷ്ടി നടക്കത്തില്ല. പിന്നെയാണ് എന്തുള്ളത്? ബൗദ്ധ സിദ്ധാന്തം അഭാവാത്, ശൂന്യത്തിൽ നിന്ന് ജഗത് ഉത്പന്നമാവുന്നു എന്ന്. നമ്മുടെ ചിലർക്ക് ബൗദ്ധൻ ശരിയാണെന്ന്, നടക്കൂല. ठीक है, അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ഭാഷ്യകാരന് കണ്ടം നടത്തേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. ഇനി സംസാരി ആരെയാ ഉദ്ദേശിച്ചത്? ഹിരണ്യഗർഭനാണ്. ഹിരണ്യഗർഭനിൽ നിന്ന് ജഗത് ഉത്പന്നമാവുന്നു എന്നൊരു മതം നിലനിൽക്കുന്നുണ്ട്. അതിനെ നിരാസം നടത്തുകയാണ്. ഒന്നിൽ നിന്ന് പോലും ഉത്പത്തിയാദി, ഏതിന്റെ ഉത്പത്തിയാദി? ജഗത്തിന്റെ ഉത്പത്തി, സ്ഥിതി, പ്രളയം, ഇവയൊന്നും സംഭാവിക്കുന്ന ശക്യം, സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഒരു ചേതനൻ വേണം. ചേതനിൽ നിന്ന് മാത്രമേ നമുക്ക് സൃഷ്ടി നടത്താൻ പറ്റത്തുള്ളൂ. അല്ല, ജഡത്തിൽ എന്തുകൊണ്ട് പറ്റത്തില്ല? ജഡത്തിന് സാമർഥ്യം ഇല്ലാത്തതുകൊണ്ട്. ചേതന സാമർഥ്യമുണ്ട് ജഗത്ത് ഉത്പന്നമാക്കാൻ. അവിടെയാണ് ഏതാണ് ചേതനം എന്നുള്ളത്. നിത്യശുദ്ധ ബുദ്ധിമുക്തൻ ജഗത് ഉത്പന്നാക്കി തരുമോ? നിത്യശുദ്ധ ബുദ്ധിമുക്തൻ അല്ലാതെ നിങ്ങൾക്ക് വേറെ ചേതനം ഉണ്ടോ? ഇത് നിങ്ങൾ നാളെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയ കണ്ടെത്തി. കാരണം പറഞ്ഞു കൊടുക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് കുറേയൊക്കെ സ്വന്തം കയ്യിലാണുള്ളത്. നമ്മൾ പിന്നെയും കിണ്ടിയും വിളക്കും എന്ന് പറഞ്ഞാൽ ഈ പൂജ്യം പരിപാടിയും ദ്വൈതഭാവനം വെച്ചും കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാരണം, ഇത് പറയുന്ന ആളെടുത്തല്ല, പറയുന്ന ആളെടുത്ത് 30% ഉള്ളൂ, 70% കേൾക്കുന്ന ആളെടുത്താണുള്ളത്. ഇതിനൊരു ഫൈറ്റിംഗ് മൈൻഡ് ഇല്ല എങ്കിൽ ഇതിലേക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രോതാക്കളുടെ കയ്യിലാണ് ഈ സാധനം കിടക്കുന്നത്. നിങ്ങൾ പിന്നെയും തലയെടുത്തിട്ട് കല്ല് കൊണ്ട് ചടിച്ചാല് ഈ ആഖ്യാനത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ഉപനിഷത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉപാസന ചെയ്യണം എന്നുള്ളതിൽ? ഇല്ല. ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇഷ്ടം പോലെ കാണുകയും ചെയ്യും. അതെന്തുകൊണ്ടാ? ഉപാസനയുടെ ഫലം എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ച ഫലം അല്ലല്ലോ തരിക. മനസ്സിലായോ? ശ്രുതിയിൽ പറഞ്ഞ ഫലമല്ലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ജഗതന്തർഭൂതമായ ഫലമായതുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ നാളെ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാമിജി പറഞ്ഞിരുന്നു അതുപോലെ പൂർവ്വമീമാംസകർ ഈശ്വരനെ മാനിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒന്ന് വ്യക്തമാക്കി തരാം. ഞാനില്ലല്ലോ, അവരുടെ സിദ്ധാന്തമല്ലേ. അതാണ് പറയുന്നത്. പൂർവ്വമീമാംസ പഠിച്ച ആൾക്കാരുടെ പൂർവ്വമീമാംസ കേൾക്കണം, വേദാന്തം പഠിച്ച ആൾക്കാർക്ക് വേദാന്തം കേൾക്കണം, യോഗം പഠിച്ച ആൾക്കാർക്ക് യോഗം കേൾക്കണം. അല്ലാതെ ഇതിനൊന്നും നമുക്ക് ഞാൻ അങ്ങനെയും ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതല്ലേ. അതായത് നിങ്ങൾക്ക് ഇനി എവിടെ വരും അത്? ഇതിലുണ്ടോ എന്ന് നോക്കണം. അവരുടെ സിദ്ധാന്തത്തിൽ ജഗത്ത് നിത്യമാണ്. പിന്നെ ഇവിടെ സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റും? തീർന്നു, പണി കഴിഞ്ഞു. ഒരൊറ്റ സെന്റൻസിൽ തീർന്നു. ഇത് നിത്യമായിരിക്കുന്ന പരമാണുവിനെ ആരുണ്ടാക്കും? നിത്യമായിരിക്കുന്ന ആകാശത്തെ ആരുണ്ടാക്കും? ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആകാശത്തിന്റെ സൃഷ്ടി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ആകാശം ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അധികം നമ്മൾ വലിയ വർത്താനം വിടും. ബേസിക്കലി ഒന്നൊന്ന് ആലോചിച്ച് നോക്ക്. ആകാശം ഇല്ലാത്ത സമയത്ത് എന്തായിരിക്കും? സ്പേസ് എന്നുള്ള സാധനം എന്തായിരിക്കും? ആകാശമില്ല, ആകാശം നഷ്ടപ്പെട്ടു. ബാക്കി എന്താ ഉള്ളത്? ആ സ്പേസിനല്ലേ, കാലി സ്ഥലത്തല്ലേ നിങ്ങൾ ആകാശം എന്ന് പറയുന്നത്. അപ്പൊ ആകാശത്തിന്റെ ഉത്പത്തി നിങ്ങൾ ശ്രുതിയിൽ പറയുന്നുണ്ട്. ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അപ്പൊ ആകാശം എന്താണ്? നിത്യമാണ്. ഞാൻ സിദ്ധാന്തമല്ലോട്ട് പറയുന്നത്, ഞാൻ അവരുടെ സിദ്ധാന്തത്തെ അവതരിപ്പിച്ചതാണ്. ആകാശം നിത്യമാണ്, പരമാണുക്കൾ നിത്യമാണ്, ജഗത്ത് നിത്യമാണ്. നിത്യമായി കഴിഞ്ഞാൽ ഇതിനെ സൃഷ്ടിക്കാൻ ഒരു സ്രഷ്ടാവായിരിക്കുന്ന ഈശ്വരന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. ഇനി യോഗസൂത്രത്തിൽ ഈശ്വരനില്ലേ? ഉണ്ട്. അങ്ങനെ ജഗത്തിനെ സൃഷ്ടിക്കുന്നുണ്ടോ? അവര് പ്രധാന കാരണവാദികളാണ്. ठीक है, അവര് ഈശ്വരനെ മാനിച്ചതുപോലെ എന്തിനു വേണ്ടിയാ? ഈശ്വരനെ ശ്രദ്ധിക്കുന്ന സൂത്രം ഏതാ? ത് കൊണ്ടല്ല. ക്ലേശകർമ്മ വിഭാഗാശീല പരാമർശ പുരുഷ വിശേഷ ഈശ്വര എന്നുള്ള സൂത്രമാണ്.
പിന്നെയാണ് അതിനെ സാധൂകരിക്കാൻ വേണ്ടി മറ്റു സൂത്രങ്ങൾ വരുന്നത്. ഓക്കെ. 9ഉം 9-മതിനെ 3 ആക്കിയിട്ട് 9ഉം 3ഉം 11 കാറ്റഗറി ചെയ്യും. ഓക്കെ. തീവ്ര സംവൈകാനം ആസന്നഹ എന്നുള്ള സൂത്രത്തിന്റെ ഭാഷ എടുത്തു നോക്കിയാണ്. അവിടെ ഇതിന്റെ ഫലം പറയുന്ന സമയത്ത് ഒരു ചോദ്യമുണ്ട്, ഇതിന് വേറെന്താ മാർഗമുണ്ടോ? അന്നേരം പറയും ഈശ്വരന്റെ പ്രണിധാനാ, ഈശ്വര പ്രണിധാനം കൊണ്ട് ഇത് സംഭവിക്കും എന്ന് പറഞ്ഞ സാധനം വരും. ഇവിടെ ഒന്നും തന്നെ സൂത്രത്തിൽ എന്തില്ല, ജഗത്തിന്റെ കാരണമാണ് ഈശ്വരൻ ഇല്ല, ഭാഷ്യത്തിലും ഇല്ല. പക്ഷേ അവിടെ തത്വവിശാരധികാരൻ ചതി ചെയ്തിട്ടുണ്ട്. ടീകാകാരൻ ഈ ഈശ്വരനെ ജഗത് കാരണമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ആരാ ജഗത് കാരണമായിട്ട് കൊണ്ടുവരാത്? സൂത്രത്തിലും ഇല്ല, ഭാഷ്യത്തിലും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ? അതായത് ടീകാകാരന്മാർ പല സ്ഥലത്തും വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പൂർവ്വമീമാംസ സിദ്ധാന്തത്തിൽ ഈശ്വരൻ ഇല്ലാഞ്ഞിട്ടും നിങ്ങളുടെ തർക്കസംഗ്രഹ ഗ്രന്ഥമാണ്, അതിന്റെ ടീക്കയിൽ നോക്കിയോ, അവിടെ ഈശ്വര കാരണവാദം വന്നത് വരാൻ പാടില്ല. അതുകൊണ്ട് നല്ല പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നല്ല ഗ്രന്ഥം നിങ്ങളുടെ മലയാളികൾ രണ്ടുപേർ ചേർന്ന് എഴുതിയിരിക്കുന്ന മാനമേയോദയമാണ്. ठीक അവിടെ ഇതിനെ നിരാകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ജഗത് നിത്യമായ ആൾക്കാർക്ക് എവിടെ നിന്നാണ് ജഗത്തിന്റെ സ്രഷ്ടാവായിരിക്കുന്ന ഈശ്വരൻ വരുന്നത്? ഇല്ലേ? അതേപോലെ തന്നെ കൃതാർത്ഥം പ്രതി നഷ്ടം അന്വേഷണം തതന്യ സാധാരണത്വം എന്നുള്ളതാണ് യോഗസൂത്രം. ഈ ജഗത്തിന് നാശം സംഭവിക്കത്തില്ല, കാരണം അന്യരിവിടെ ജീവിക്കുന്നുണ്ട്. കൃതാർത്ഥന നഷ്ടമാണെങ്കിൽ പോലും അകൃതാർത്ഥന ജഗത്ത് അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഇവിടെ സൃഷ്ടി വരിക എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഒരു സൂത്രത്തിലും അവർ ജഗത്തിന്റെ സ്രഷ്ടാവായിട്ട് ഈശ്വരനെ എടുത്തിട്ടില്ല, യോഗസൂത്രത്തിൽ പോലും. പക്ഷെ യോഗസൂത്രം പഠിപ്പിക്കുന്ന ആൾക്ക് ഈശ്വരനെ കൊണ്ടുവരാറില്ലേ? മനസ്സിലായി? അതായത് ഇതെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമേ പ്ലാൻഡ് ഉണ്ട്. നമ്മൾ ഈശ്വരനുണ്ട്, ദേവതയുണ്ട്, പൂജ നടത്തണം, ഈശ്വരനെ അനുഗ്രഹിക്കും. അതായത് ഫാഷൻ എന്താണ്? സന്യസിച്ചു കഴിഞ്ഞാൽ ആദ്യം ഗുരു കൊടുക്കേണ്ടത് ശരിക്കും എന്താ? ശാസ്ത്രവിദ്യയാണ്. അതില്ലാത്ത ഗുരു സന്യസിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് കൊടുക്കാനാ? പിന്നെ കയ്യിലുള്ളത് എന്താ? ഒരിക്കൽ ലളിതാശാസ്ത്രം അല്ലെങ്കിൽ ശ്രീവിദ്യ. ഇത് ചെയ്യാനായിരുന്നു സന്യസിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. സന്യസി ശ്രവണം കുര്യാതെന്ന് പറഞ്ഞത് വേദാന്ത ശ്രവണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അല്ലാതെ ഉപാസന ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മൾ എങ്ങോട്ടോ നടന്നു, എങ്ങോട്ടോ എത്തി. ഈ ഉപനിഷത്തുകളൊക്കെ കിടക്കുന്ന ഇപ്പൊ ബ്രാഹ്മണ കാണ്ഡവം അതൊക്കെ ഇതിനോട് ചേർന്നിട്ടാണല്ലോ കിടക്കുന്നത്. ഇപ്പൊ ഈ മറ്റു സൂത്രങ്ങൾ ചേർന്നിട്ടാണല്ലോ അത് ഈ ഉപനിഷത്തുകൾ. എന്താണ് വേദാന്തത്തിന്റെ ഇപ്പുറത്തെ പേജിൽ ഉപാസന ഉണ്ട് എന്നുള്ളതാണോ? അപ്പൊ അവിടെ അറിയാമയച്ചോട് ചോദിച്ചാ മനസ്സിലാവും. അല്ല, നമ്മൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഒരു ശാസ്ത്രത്തോടുള്ള അതിയായിരിക്കുന്ന ഭയഭക്തി മറ്റു ശാസ്ത്രത്തിലുള്ള പ്രവേശനത്തെ നിഷേധിക്കും. അതുകൊണ്ട് പറഞ്ഞത് ഈ സാധനം എലൈറ്റ് ക്ലബ്ബാണ്, ഇതിലേക്ക് കയറി വരാൻ പറ്റില്ല. നിങ്ങൾക്ക് ശബ്ദോച്ചാരണം നടത്താം. ഈ ഉപാസകന്മാര് നമ്മളെക്കാട്ടും മനോഹരമായിട്ട് വേദാന്തം സ്റ്റേജിൽ അവതരിപ്പിക്കും. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സാധനം വേറെയാണ്. തലയിൽ വേറെ എടുത്തിനും നാക്കിൽ വേറെ ആൾക്കാരായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇവരുടെ എല്ലാം ഒന്ന് റൂമിൻ്റെ ഉള്ളിൽ കയറി വെക്കിയാൽ കാണാം. ठीक എന്താണ് കലാപരിപാടികൾ നടക്കുന്നത്. ആ ഒരു ബുദ്ധിക്ക് പറഞ്ഞ സാധനമല്ല വേദാന്തം. അതാണ് നമ്മൾ പറയുന്നത്. ഞാൻ ചോദിച്ചില്ലേ, ദേവിക്ക് അങ്ങോട്ട് കൊടുത്തൂടെ? ദേവി എന്താണ് ഇതിന്റെ സപ്ലയറോ? അല്ലേ? ദേവിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കർമ്മം ചെയ്തിട്ട് പറയുകയാണ് ഞാൻ ഹിരണ്യഗർഭ ലോകത്ത് പോകും, നടക്കുമോ? അല്ല, അങ്ങേർക്ക് പോകാം, അങ്ങേര് വിശിഷ്ട വ്യക്തിയാണ്, നടക്കൂല. അല്ലെ? പരമാത്മാവിന് യാതൊരു പരിഗണനയും ആരോടും ആയിട്ടില്ല. അപ്പൊ നമ്മളീ ഇവര് പറഞ്ഞു തരുന്നത് ജഗത്ത് ഇല്ലേ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ അല്ലല്ല കുറച്ചൊക്കെ ഉണ്ടാവും, എന്ത് ചെയ്യും എന്ന് പറയും. ഇനി എന്ത് ചെയ്യും ബാക്കി? അതുകൊണ്ട് പറഞ്ഞു തരുന്നേരം ഇതിന്റെ ടോപ്പ് ഓർഡർ ലെവലിൽ പറഞ്ഞു തരാം, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനനുസന്ധാനം നടത്തുക. അതിനനുസന്ധാനം നടത്താതെ പഠിച്ച സാധനം അവിടെയും വെച്ചിട്ട് നമ്മൾ പിന്നെ ഉപാസനയിലേക്ക് പോയാൽ, ഒന്ന് നമ്മുടെ ആദ്യത്തെ പ്രവൃത്തിയിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. രണ്ടാമത് കേട്ടിട്ടും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പഴയ സിസ്റ്റത്തെയാണ്. അതുകൊണ്ട് ഇവിടത്തേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടും. ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് ഓരോ ജീവന്റെ ഓരോ പ്രാരബ്ധമുണ്ട്, അതിനനുസരിച്ച് മാത്രമേ പോകത്തുള്ളൂ. അല്ലാതെ ഇത് പറഞ്ഞു കൊടുത്തിട്ട്, ഇന്നലെ മഹേഷ് പറഞ്ഞതാണ് ശരി, അധികം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അത്ര ഉൾക്കൊള്ളത്തുള്ളൂ മനുഷ്യൻ. അപ്പോഴും നമ്മളുടെ അറിവിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യും. ഇപ്പം എന്ത് പറഞ്ഞാലും എടുത്തിട്ട് നിങ്ങൾ പ്രമാണമായി കിടത്തില്ല, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പേഴ്സണലായിട്ട് നിൽക്കാൻ പറയും, ഇങ്ങനെയല്ല. ഞാൻ കഥയായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു ആചാര്യ ഉണ്ടായിരുന്നു, ഇപ്പൊ ആളില്ല. അതൊക്കെ ഭയങ്കര പേരാണ്. അങ്ങനെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉപാസന എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരും. ഈ കക്ഷി പണ്ട് ഞങ്ങളെ പഠിപ്പിച്ച ആചാര്യന്റെ അടുത്ത് വന്നപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, അങ്ങേര് ശിഷ്യം വന്ന് പറഞ്ഞു, സ്വാമി
യാദ് കിയായേ, ഇതൊരു കോഡാണ്, നിങ്ങൾ അങ്ങോട്ട് പോയി കാണണം എന്നുള്ളതാണ്. അപ്പം സംക്ഷേപിച്ച് പറയാ, അവസാനം ഇങ്ങനെ പിടിച്ച് പഞ്ഞിക്കിടുമ്പോഴാണ് ഞാൻ വിചാരിച്ചാ, അതായത് ഞാൻ മാത്രമല്ല ജനങ്ങളെ പഞ്ഞിക്കിടാറ്, ബോധം വിവരണന്മാർക്ക് മറ്റുള്ളവർ പഞ്ഞിക്കിടാറുണ്ട്. എന്തുകൊണ്ടാ? വിപരീതമായിരിക്കുന്ന ദിശയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് എതിരാണെന്ന് പറയാം, അതിന് പ്രതി സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല. അപ്പൊ അതൊന്നും കേൾക്കാതെ അല്ല ഉപാസനയാണ്, ഉപാസനയും ഉപാസനയും പിടിച്ചുള്ള ആൾക്കാരാണ് 99% ഫീൽഡിൽ ഉള്ളത്. അവർക്ക് വേണ്ടി അല്ല ഈ സാധനം ഉള്ളതും, അവർക്കിട്ട് മനസ്സിലാക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ടാണ് പറയാം, സംക്ഷേപ ശാരീരത്തിൽ മധുസൂദന സരസ്വതി കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, ഉപാസനയോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവന്റെ തല അങ്ങനെ വർക്ക് ചെയ്തു. നിങ്ങൾ ഈ സന്യാസിമാരോട് കൂടെ വ്യവഹരിക്കുന്നവരെ മനസ്സിലാവും ഉപാസകൻ എങ്ങനെ സംസാരിക്കുന്നു. അവർക്ക് 2 ചോദ്യം ഇട്ട് കൊടുത്താൽ മതി ഓപ്പോസിറ്റ് ആയിട്ട്, അന്നപ്പോ അവർ കണ്ടനം നടത്തുന്നവർ അറിയാം ഇവർ ആരാന്നുണ്ടോ. ഓക്കെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്നാ ശരി, നമോ നാരായണ.